ഓക്കെ, ദൈവവചന ചിന്തകളിലേക്ക് നമുക്ക് കിടക്കാം. ದೇವರ ವಾಕ್ಯಕ್ಕೆ ನಾವು ಹೋಗೋಣ. യോഹന്നാന്റെ സുവിശേഷം ಜಾನ್ ಗಾಸ್ಪಲ್ ಅಲ್ಲಿ 6-ാം അധ്യായം 6ನೇ ಅಧ್ಯಾಯ 5-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ. 5ನೇ ವಾಕ್ಯದಿಂದ 14ನೇ ವಾಕ್ಯ ತನಕ. ಹೀಗಿರಲಾಗಿ ಯೇಸು ಕಣ್ಣೆತ್ತಿ ನೋಡಿದಾಗ ಬಹು ಜನರ ಗುಂಪು ತನ್ನ ಬಳಿಗೆ ಬರುವುದನ್ನು ಕಂಡು, ಇವರ ಊಟಕ್ಕೆ ನಾವು ಎಲ್ಲಿಂದ ರೊಟ್ಟಿ ಕೊಂಡು ತರೋಣ ಎಂದು ಫಿಲಿಪ್ಪನನ್ನು ಕೇಳಿದನು. ತಾನು ಮಾಡಬೇಕೆಂದಿದ್ದು ತನಗೆ ತಿಳಿದಿದ್ದರೂ ಅವನನ್ನು ಪರೀಕ್ಷಿಸುವುದಕ್ಕೆ ಈ ಮಾತನ್ನು ಹೇಳಿದನು. ಅದಕ್ಕೆ ಫಿಲಿಪ್ಪನು, ಒಬ್ಬೊಬ್ಬನಿಗೆ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಸಿಕ್ಕಬೇಕಾದರೆ 200 ಹಣದ ರೊಟ್ಟಿಯಾದರೂ ಸಾಲದು ಅಂದನು. ಆಗ ಆತನ ಶಿಷ್ಯರಲ್ಲಿ ಒಬ್ಬನಾಗಿರುವ ಸಿಮೋನ ಪೇತ್ರನ ತಮ್ಮನಾದ ಆಂದ್ರೆಯನು ಆತನಿಗೆ, ಇಲ್ಲಿರುವ ಒಬ್ಬ ಹುಡುಗನ ಬಳಿಯಲ್ಲಿ 5 ಜವೆ ಗೋಧಿಯ ರೊಟ್ಟಿಗಳು 2 ಮೀನುಗಳು ಅವೆ, ಆದರೆ ಇಷ್ಟು ಜನರಿಗೆ ಅವು ಯಾತಕ್ಕಾದವು ಎಂದು ಹೇಳಲಾಗಿ, ಯೇಸು ಆ ಜನರನ್ನು ಊಟಕ್ಕೆ ಕೂಡಿಸಿರಿ ಅಂದನು. ಆ ಸ್ಥಳದಲ್ಲಿ ಬಹಳ ಹುಲ್ಲು ಬೆಳೆದಿತ್ತು, ಜನರು ಕೂತುಕೊಂಡರು. ಗಂಡಸರ ಸಂಖ್ಯೆ ಹೆಚ್ಚು ಕಡಿಮೆ 5,000ವಿತ್ತು. ತರುವಾಯ ಯೇಸು ಆ ರೊಟ್ಟಿಗಳನ್ನು ತೆಗೆದುಕೊಂಡು ದೇವರ ಸ್ತೋತ್ರ ಮಾಡಿ ಕೂತುಕೊಂಡವರಿಗೆ ಹಂಚಿಕೊಟ್ಟನು. ಅದರಂತೆ ಮೀನುಗಳಲ್ಲಿಯೂ ಅವರಿಗೆ ಬೇಕಾದಷ್ಟು ಹಂಚಿಕೊಟ್ಟನು. ಅವರಿಗೆ ತೃಪ್ತಿಯಾದ ಮೇಲೆ ಯೇಸು ತನ್ನ ಶಿಷ್ಯರಿಗೆ, ಮಿಕ್ಕ ತುಂಡುಗಳನ್ನು ಕೂಡಿಸಿರಿ, ಇದರಲ್ಲಿ ಯಾವುದೂ ವ್ಯರ್ಥವಾಗಬಾರದು ಎಂದು ಹೇಳಿದನು. ಅವರು ಕೂಡಿಸಲಾಗಿ ಆ 5 ಜವೆಗೋದಿಯ ರೊಟ್ಟಿಗಳಲ್ಲಿ ಜನರು ತಿಂದು ಮಿಕ್ಕ ತುಂಡುಗಳಿಂದ 12 ಪುಟ್ಟಿ ತುಂಬಿದವು. ಆತನು ಮಾಡಿದ ಈ ಸೂಚಕ ಕಾರ್ಯಗಳನ್ನು ಆ ಜನರು ನೋಡಿ, ಲೋಕಕ್ಕೆ ಬರಬೇಕಾದ ಪ್ರವಾದಿ ಈತನೇ ನಿಜ ಎಂದು ಹೇಳಿಕೊಂಡರು. ആമേൻ. ഞാൻ മലയാളത്തിൽ ആ പോർഷൻ ഒന്ന് വായിക്കാം. ನಾನು ಮಲಯಾಳಂದಲ್ಲಿ ಓದ್ತೇನೆ. നിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ആ വാക്യങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്ക് വായിക്കാം. ನೀವು ಇನ್ನೊಂದ್ಸಲ ಅದನ್ನು ನಿಮ್ಮ ನೆನಪಿಗೆ ತರಬಹುದು. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് പീലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിക്കാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഇത് പീലിപ്പോസിനെ പരീക്ഷിക്കാൻ അത്രേ ചോദിച്ചത്. യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. പീലിപ്പോസ് യേശുവിനോട്, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് യേശുവിനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം യേശു ശിഷ്യന്മാരോട്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുവീൻ എന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു 12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട്, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ ആകുന്നു എന്ന് സത്യം എന്ന് പറഞ്ഞു. അവസാനത്തെ വാക്യം ഒന്നുകൂടെ പറയുകയാണ്. ಇನ್ನು ಲಾಸ್ಟ್ ಇದು ವಾಕ್ಯವನ್ನು ಪುನಃ ಹೇಳ್ತಾ ಇದ್ದೇನೆ. 14-ാമത്തെ വാക്യം, 14ನೇ ವಾಕ್ಯ. യേശു ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട്. ಯೇಸು ಮಾಡಿದ ಆ ಚಿಹ್ನೆಗಳನ್ನು ಜನರು ನೋಡಿ. അവിടെ പറഞ്ഞത് അത്ഭുതം കണ്ടിട്ട് എന്നല്ല, ಅವರು ಹೇಳಿದ್ದು ಅದ್ಭುತವನ್ನು ನೋಡಿ ಹೇಳುವುದಲ್ಲ. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചത് അത്ഭുതം എന്നല്ല യോഹന്നാൻ അവിടെ എഴുതി വെച്ചത്. ಜಾನ್ ಅವರು ಹೇಳಿದ್ದು 5 ಅಪ್ಪ ಬ್ರೆಡ್ ಮತ್ತು 2 ಮೀನನ್ನು ಅದ್ಭುತ ಮಾಡಿದ ವಿಷಯ ಎಲ್ಲ ಹೇಳುದು. അതിനെ വർദ്ധിപ്പിച്ചതിനെ അത്ഭുതം എന്നല്ല പറഞ്ഞത്. ಅದನ್ನು ಮಲ್ಟಿಪ್ಲೈ ಮಾಡಿದ್ದು ಅದ್ಭುತ ಒಂದು ಹೇಳುವುದಲ್ಲ, അതിനെ അടയാളം എന്നാണ് പറഞ്ഞത്. ಅದಕ್ಕೆ ಚಿಹ್ನೆ ಅಥವಾ ಸೈನ್ ಅಂತ ಹೇಳ್ತಾ ಇರೋದು. അതൊരു സൂചകമാണ്. ಅದೊಂದು ಸೂಚನೆಯಾಗಿದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ,
ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എന്തിന്റെ സൂചനയാണ്? ಅದು ಯಾವುದರ ಸೂಚನೆ ಆಗಿದೆ? എന്തിന്റെ സൈനാണ്? ಯಾವುದರ ಸೂಚನೆಯಾಗಿದೆ? അത് ദൈവരാജ്യത്തിന്റെ സൈനാണ്. ಅದು ದೇವರ ಸಾಮ್ರಾಜ್ಯದ ಸೂಚನೆಯಾಗಿದೆ. ഇത് ദൈവരാജ്യം വന്നു എന്നതിന്റെ അടയാളമാണ്. ಇದು ದೇವರ ಸಾಮ್ರಾಜ್ಯ ಬಂದಿದೆ ಎಂಬ ಸೂಚನೆಯಾಗಿದೆ. ദൈവരാജ്യം ഒരിടത്ത് വന്നാൽ, ದೇವರ ಸಾಮ್ರಾಜ್ಯ ಯಾರಲ್ಲಿ ಬಂದ್ರೆ, ദൈവരാജ്യം നിന്റെ ഭവനത്തിൽ വന്നാൽ, ದೇವರ ಸಾಮ್ರಾಜ್ಯ ನಿಮ್ಮ ಭವನದಲ್ಲಿ ಬಂದ್ರೆ, ദൈവരാജ്യം ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ, ದೇವರ ಸಾಮ್ರಾಜ್ಯ ಒಂದು ವ್ಯಕ್ತಿಯಲ್ಲಿ ಬಂದ್ರೆ, അവിടെ തൃപ്തി വരിക മാത്രമല്ല, ಅಲ್ಲಿ ಸಂತೃಪ್ತಿ ಮಾತ್ರವಲ್ಲ, അവിടെ ശേഷിപ്പുകൾ ഉണ്ടാകും. ಅಲ್ಲಿ ಬಾಕಿ ಕೂಡ ಇರುತ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇതാണ് ദൈവരാജ്യത്തിന്റെ സൈൻ എന്ന് പറയുന്നത്. ಇದೇ ದೇವರಾಜ್ಯದ ಸೂಚನೆಯಾಗಿದೆ. യേശു കർത്താവ് പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ, ಯೇಸು ಕ್ರಿಸ್ತರು ಪೇತ್ರನ ಹತ್ರ ಬಂದಾಗ അവന്റെ വള്ളം നിറയെ മീൻ കൊടുത്തു. വള്ളം നിറയെ മീൻ. ಅವನ ಬಲೆಯಲ್ಲಿ ತುಂಬಾ ಮೀನಿತ್ತು. അവന്റെ വല കീറാറായി. ಅವನ ಬಲೆ ಕೂಡ ಒಂದು ಹರಿಯುವ ಒಂದು ಬಂತು. അവന്റെ ബോട്ട് മുങ്ങാറായി. ಅವನ ಹಡಗು ಕೂಡ ಮುಳುಗಿಸ್ಲಿಕ್ಕಿತ್ತು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഇതേ ഒരു അത്ഭുതമല്ല. ಇದು ಅದ್ಭುತವಲ್ಲ. കാരണം ഇത് അത്ഭുതമാണെങ്കിൽ, ಇದು ಅದ್ಭುತವಾಗಿದ್ರೆ, ഇതൊരു അത്ഭുതമായിരുന്നെങ്കിൽ, ಇದು ಅದ್ಭುತವಾಗಿದ್ರೆ, ഇവന്റെ ബോട്ടിൽ കയറിയ മീനുകൾ, ಇದು ಬೋಟಿನಲ್ಲಿ ಹಡಗಿನಲ್ಲಿ ಹತ್ತಿದ ಮೀನುಗಳು പത്രോസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വരേണ്ടതായിരുന്നു. ಇದು ಪೇತ್ರನ ಬ್ಯಾಂಕ್ ಅಕೌಂಟಿಗೆ ಬರಬೇಕಿತ್ತು. പക്ഷേ അവിടെ പറയുന്നു, പത്രോസ് ആ മീനിനെയും ആ ബോട്ടിനെയും അവിടെ വിട്ടിട്ട് മുന്നോട്ട് പോയി. ಅವನ್ ಪೇತ್ರ ಏನ್ ಮಾಡಿದಂತೆ ಆ ಮೀನನ್ನು ಬಿಟ್ಟು ಅವನು ಮುಂದೆ ಸಾಗಿದ. ഇതൊരു സൈനാണ്. ಇದೊಂದು ಸೂಚನೆಯಾಗಿದೆ. മറ്റൊരു ഗവൺമെന്റ് അവന്റെ മേൽ വരാൻ പോകുന്നു എന്നതിന്റെ സൈൻ. ಇದು ಬೇರೊಂದು ಸಾಮ್ರಾಜ್ಯ ಅವನ ಮೇಲೆ ಬರ್ಲಿಕ್ಕಿದೆ ಎಂಬ ಒಂದು ಸೂಚನೆಯಾಗಿದೆ. കാരണം പത്രോസ് ഇത്ര നാളും പുറകെ നടന്നത്, ಪೇತ್ರನು ಇಷ್ಟುವರೆಗೆ ಹಿಂದೆ ಹೋದದು, പത്രോസ് തലേ രാത്രി മുഴുവൻ അധ്വാനിച്ചത്, ಮೊದಲಿನ ರಾತ್ರಿ ತುಂಬಾ ಅಧ್ವಾನ ಮಾಡಿದು, എന്നിട്ടും കിട്ടാഞ്ഞത്, ಆದ್ರೂ ಕೂಡ ಅವನಿಗೆ ಸಿಗಲಿಲ್ಲ. സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ബോട്ടിൽ നിറയുകയാണ്. ಸೆಕೆಂಡ್ ನಿಮಿಷಗಳಲ್ಲಿ ಅವನ ಹಡಗು ತುಂಬಿತು. ഇത് അത്ഭുതമല്ല, ഇത് അടയാളമാണ്. ಇದು ಅದ್ಭುತವಲ್ಲ, ಇದು ಸೂಚನೆಯಾಗಿದೆ. നിന്റെ മേൽ മറ്റൊരു ഗവൺമെന്റ് വരുന്നതിന്റെ അടയാളമാണ്. ಇದು ನಿನ್ನ ಮೇಲೆ ದೇವರ ಸಾಮ್ರಾಜ್ಯ ಬರುವ ಸೂಚನೆಯಾಗಿದೆ. നിന്റെ മേൽ ദൈവരാജ്യം വെളിപ്പെടുന്നതിന്റെ അടയാളമാണ്. ನಿನ್ನ ಮೇಲೆ ದೇವರ ಸಾಮ್ರಾಜ್ಯ ಬರುವ ಸೂಚನೆಯಾಗಿದೆ. അങ്ങനെ നിന്റെ മേൽ ദൈവരാജ്യം വെളിപ്പെട്ടാൽ, ಹಾಗಾದ್ರೆ ನಿಮ್ಮ ಮೇಲೆ ದೇವರ ಸಾಮ್ರಾಜ್ಯ ಬಂದಿದ್ರೆ, നീ ഇത് നോക്കത്തില്ല. പിന്നെ ಇದು ಮತ್ತು ನೀವು ನೋಡುದಿಲ್ಲ, നീ പിന്നെ മുന്നോട്ട് പോകും. ನೀನು ಮುಂದೆ ಸಾಗ್ತೀಯಾ. കാരണം നീ പോകുന്നിടത്തെല്ലാം ഈ ശേഷിപ്പുകൾ ഉണ്ടാകും. ಯಾಕೆಂದ್ರೆ ನೀನು ಹೋಗುವ ಜಾಗಕ್ಕೆಲ್ಲ ಬಾಕಿ ಉಳಿತಾಯ ಇರುತ್ತದೆ. ഈ വർധനവ് കണ്ട് അവിടെ നീ സ്റ്റക്ക് ആകത്തില്ല. ಇದನ್ನು ನೋಡಿ ನೀನು ಅಲ್ಲಿಯೇ ಸಿಕ್ಕಿ ಬಿಡುವುದಿಲ್ಲ. പണം കണ്ട് നീ അവിടെ സ്റ്റക്ക് ആകത്തില്ല. ನೀನು ಅದೇ ಜಾಗದಲ್ಲಿ ನೀ ಸ್ಟಕ್ ಆಗಿ ನಿಲ್ಲುವುದಿಲ್ಲ. അനുഗ്രഹം കണ്ട് അവിടെ സ്റ്റക്ക് ആകത്തില്ല. ಅದ್ಭುತಗಳನ್ನು ನೋಡಿ ಅಲ್ಲಿ ಸ್ಟಕ್ ಆಗೋದಿಲ್ಲ. നീ പിന്നെയും യേശുവിനെ നോക്കി മുന്നോട്ട് പോകും. ನೀನು ಯೇಸುವನ್ನು ನೋಡಿ ಮುಂದೆ ಸಾಗ್ತೀಯಾ. കാരണം ദൈവരാജ്യം വെളിപ്പെടുകയാണ്. ಅದೇ ದೇವರಾಜ್ಯ ನಿಮಗೆ ಸೂಚಿಸುತ್ತದೆ. നീ എവിടെയായാലും, ನೀನು ಎಲ್ಲಿದ್ರು, നീ ഏത് സാഹചര്യത്തിലായാലും, ನೀನು ಯಾವ ಅವಸ್ಥೆಯಲ್ಲಿದ್ರು, നീ ഏത് കാട്ടിനകത്താണെങ്കിലും, ನೀನು ಯಾವ കാಡಿನಲ್ಲಿದ್ರು, നീ ഏത് മരുഭൂമിക്കകത്താണെങ്കിലും, ಯಾವ ಮರುಭೂಮಿಯಲ್ಲಿದ್ರು, നിന്റെ സാഹചര്യം എത്ര മോശമാണെങ്കിലും, ನಿನ್ನ ಅವಸ್ಥೆ ಎಷ್ಟು ಕೆಟ್ಟದಾದ್ರು, നിന്റെ അകത്തൊരു ശേഷിപ്പ് വരുത്താൻ അവന് കഴിയും. ನಿನ್ನ ಒಳಗೆ ಇರುವ ಬಾಕಿ ಉಳಿತಾಯ ಇರುವ ಒಂದು ಕೃಪೆ. ഓ ഹല്ലേലൂയ. മരുഭൂമിയിൽ വെച്ച് നടക്കുന്ന സംഭവമാണിത്. ಇದು ಮರುಭೂಮಿಯಲ್ಲಿ ನಡೆಯುವ ಸಂಭವನೆ ಆಗಿದೆ, ಸಂಘವಾಗಿದೆ. മരുഭൂമി അവന് വിഷയമല്ല. ಇದು ಮರುಭೂಮಿ ಅವನಿಗೆ ವಿಷಯವೇ ಅಲ್ಲ. കാട് അവന് വിഷയമല്ല. ಕಾಡು ಅವನಿಗೆ ವಿಷಯವೇ ಅಲ್ಲ. നീ ഏത് പരിസ്ഥിതിക്കകത്തിരിക്കുന്നു എന്ന് കർത്താവിന് വിഷയമല്ല. ನೀನು ಯಾವ ಅವಸ್ಥೆಯಲ್ಲಿ ಇದ್ರೂ ಕೂಡ ಅದೊಂದು ದೇವರಿಗೆ ಅದು ವಿಷಯವೇ ಅಲ್ಲ. നിന്റെ മേൽ ദൈവരാജ്യം വെളിപ്പെട്ടാൽ, ನಿನ್ನ ಮೇಲೆ ದೇವರ ಸಾಮ್ರಾಜ್ಯ ಬಂದಿದ್ರೆ, നിന്നിലൊരു ശേഷിപ്പുണ്ടാകും. ನಿನ್ನಲ್ಲಿ ಉಳಿತಾಯ ಉಳಿತದೆ. നിന്നിലൊരു വർധനവുണ്ടാകും. ನಿನ್ನಲ್ಲಿ ಒಂದು ವರ್ಧನೆ ಉಳಿತಾಯ ಇರ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അവൻ തൃപ്തിപ്പെടുത്തുന്ന മാത്രം ദൈവമല്ല, ದೇವರು ನಮ್ಮನ್ನು ತೃಪ್ತಿಪಡಿಸುವ ದೇವರು ಮಾತ್ರವಲ್ಲ, അവൻ വർധനവിന്റെ ദൈവം കൂടാണ്. ಅವರು ವರ್ತಿಸುವ ದೇವರು ಕೂಡ ಆಗಿದ್ದಾರೆ. അവൻ ശേഷിപ്പിന്റെ ദൈവം ಅವರು കൂടാണ്. ಉಳಿತಾಯ ಕೊಡುವ ದೇವರಾಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എത്ര പേര് ഇത് ಇದು വിശ്വസിക്കുന്നുണ്ട്? ಎಷ್ಟು ಮಂದಿ ನಂಬಿಕೆ ಇರ್ತೀರಾ? 2025 അവസാനത്തെ സൺഡേയിൽ നിന്ന് ഞാൻ പ്രവചിക്കുകയാണ്. 2025 ಲಾಸ್ಟ್ ಸಂಡೆಯಲ್ಲಿ ನಾನಿದು ಪ್ರವಾದನೆ ಮಾಡ್ತಿದ್ದೇನೆ. നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞു കവിയും. ನಿಮ್ಮ ತುಂಬ ಪಾತ್ರೆಗಳು ತುಂಬಿ ಉಳಿತಾಯ ಬರುತ್ತದೆ. Your cup overflows. ನಿಮ್ಮ ತುಂಬಿ ತುಳುಕುತ್ತದೆ. Oh Jesus. Hallelujah. Hallelujah. വേണ്ടവർക്ക് ഈ പ്രവചനം ഏറ്റെടുക്കാം. ಈ ಪ್ರವಾದನೆಯನ್ನು ನೀವು ತೆಗೆದುಕೊಳ್ಳಿ.
എല്ലാ empty vesselsകളും ഓവർഫ്ലോ ചെയ്യാൻ പോവുകയാണ്. ಎಲ್ಲ ಖಾಲಿ ಪಾತ್ರೆಗಳು ಕೂಡ ತುಂಬಿ ತುಳುಕಲಿದೆ. empty vesselsുമായിട്ട് നീ 2026 കയറരുത്. ಎಲ್ಲ ಎಂಟಿ ಖಾಲಿಯಾದ ಪಾತ್ರೆಗಳನ್ನು ತುಂಬಿ ತುಳುಕಿ ನೀನು 2026ಕ್ಕೆ ನೀವು ಪ್ರವೇಶಿಸಲಿದ್ದೀರಾ. Hallelujah. ಹಾಲೆಲೂಯಾ. empty vesselsുമായിട്ട് അടുത്ത വർഷം കയറരുത്. ನೀವು ಖಾಲಿ ಪಾತ್ರೆಯಲ್ಲಿ 2026 ವರ್ಷವನ್ನು ನೀವು ಹತ್ತಬಾರದು. My cup overflows. ನನ್ನ ಕಪ್ಪು ತುಂಬಿ ತುಳುಕುವ ಕಪ್ಪಾಗಿರ್ತದೆ. Hallelujah. ಹಾಲೆಲೂಯಾ. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ನನ್ನ ಪಾತ್ರೆಗಳು ತುಂಬಿ ಹರಿಯಲ್ಪಡುತ್ತದೆ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ನನ್ನ ಆಯುಷ್ಕಾಲ ತನಕ ಎಲ್ಲ ಒಳ್ಳೆಯ ನನ್ಮಗಳು ನನ್ನ ಹಿಂದೆ ಹಿಂಬಾಲಿಸುತ್ತದೆ. ഓ ജീസസ്. Hallelujah. ಹಾಲೆಲೂಯಾ. നിങ്ങൾ വാ തുറന്ന് പ്രവചിച്ചേ. ನೀವು ಬಾಯಿ ತೆರೆದು ಪ್ರವಾದನೆ ಹೇಳಿ. My cup overflows. ನನ್ನ ಕಪ್ಪು ತುಂಬಿ ಹರಿಯಲ್ಪಡುತ್ತದೆ. വേറൊരാടെ കപ്പ് ഓവർഫ്ലോ ചെയ്യുന്നത് കണ്ടു നിൽക്കുമെന്നല്ല. ನೀವು ಬೇರೆಯವರ ಪಾತ್ರ ತುಂಬು ತುಳುಕಿ ಹರಿಯುವುದನ್ನು ನೋಡುವುದಲ್ಲ. അത് നോക്കി അവിടുന്ന് എന്തെങ്കിലും ഒഴുകി വരുമോ എന്ന് നോക്കി നിൽക്കുമെന്നല്ല. ಅಲ್ಲಿಂದ ಏನಾದ್ರೂ ನನಗೆ ಸಿಗ್ತದೆ ಅಂತ ನೋಡಿ ಕೂತ್ಕೊಳ್ಳುವುದಲ್ಲ. എന്റെ കപ്പ് നിറയും. ನನ್ನ ಪಾತ್ರೆ ತುಂಬಿ ತುಳುಕುತ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ഇതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. ಇದೇ ಸಂಕೀರ್ತನೆಕಾರನು ಹೇಳಿದ್ದಾನೆ. ഇതാണ് സാമിസ്റ്റ് ഡേവിഡ് പറഞ്ഞത്. ಇದೇ ದಾವಿದನು ಹೇಳಿದ್ದಾರೆ. 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്. 23ನೇ ಕೀರ್ತನೆಯಲ್ಲಿ ಹೀಗೆ ಹೇಳಲ್ಪಡುತ್ತದೆ. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ನನ್ನ ಪಾತ್ರೆಯು ತುಂಬು ತುಳುಕಿ ಹರಿಯಲ್ಪಡುತ್ತದೆ. അയൽക്കാരന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നല്ല. ಹತ್ತಿರದವನ ನೆರೆಯವನ ಪಾತ್ರ ತುಳುಕುದಲ್ಲ ವಿಷಯ. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ನನ್ನ ಪಾತ್ರೆಯು ತುಂಬಿ ಹರಿಯಲ್ಪಡುತ್ತದೆ. പ്രവചിക്കാൻ പറ്റുന്നവർക്കൊക്കെ പ്രവചിച്ചോ. ನೀವು ಅದನ್ನು ಹೇಳಿ ನಿಮ್ಮ ಬಾಯಿ ತೆರೆದು ಪ್ರವಾದನೆ ಮಾಡಿ. ಹಲ್ಲೆಲೂಯಾ. ನನ್ನ ಪಾತ್ರೆ ತುಂಬಿ ಹರಿಯಲ್ಪಡುತ್ತದೆ. ನನ್ನ ಪಾತ್ರೆ ತುಂಬಿ ತುಳುಕಲ್ಪಡುತ್ತದೆ. ನನ್ನ ಪಾತ್ರೆ ತುಂಬಿ ಹರಿಯುತ್ತದೆ. ಹಲ್ಲೆಲೂಯಾ. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. ನನ್ನ ಪಾತ್ರೆ ತುಂಬಿ ಹರಿಯುತ್ತದೆ. 2026ನೇ ವರ್ಷ ನನ್ನ ಪಾತ್ರೆ ತುಂಬಿ ಹರಿಯುತ್ತದೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತುಂಬಿ ಹರಿಯುತ್ತದೆ. ಹೇಳಿರಿ, ಪ್ರವಾದನೆ ಮಾಡಿರಿ. ನಿಮ್ಮ ಬಾಯಿ ತೆರೆದು ಪ್ರವಾದನೆ ಮಾಡಿರಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു വലിയൊരു പുരുഷാരൻ തന്റെ അടുക്കൽ വരുന്നത് കണ്ടു. യേശു വലിയൊരു പുരുഷാരൻ തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ಯೇಸು ಹತ್ತಿರ ಬರುವುದನ್ನು ನೋಡಿ, ഒരു വലിയ പുരുഷാരൻ ಒಂದು ದೊಡ್ಡ ಗುಂಪನ್ನು ನೋಡಿ ಬರುವುದನ್ನು ನೋಡಿ പീലിപ്പോസിനോട് ചോദിക്കുകയാണ്. ಫಿಲಿಪೋಸ್ ಹತ್ರ ಹೇಳ್ತಾರೆ, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ಇವರಿಗೆ ತಿನ್ಲಿಕ್ಕೆ ನಾನು ಎಲ್ಲಿಂದ ರೊಟ್ಟಿಯನ್ನು ಕೊಡಬಹುದು? നിങ്ങളെ വാക്കുകളൊക്കെ ക്ലിയർ ആയിട്ട് നോക്കണം. ನೀವು ವಾಕ್ಯಗಳನ್ನು ಸರಿಯಾಗಿ ಗಮನ ಕೊಡಬೇಕು. കാരണം വാക്കുകൾക്കകത്താണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. ಆ ವಾಕ್ಯದ ನಡುವಿನಲ್ಲಿ ಒಂದು ಟ್ವಿಸ್ಟ್ ಇರ್ತದೆ. ಅದಕ್ಕೆ ಸರಿಯಾಗಿ ಗಮನ ಬಿಟ್ಟು ಕೇಳಿ. വാക്യമല്ല, വാക്കുകൾ. ಅಂದ್ರೆ ಉಚ್ಚರ ಪದಗಳಲ್ಲಿ, ಆ ಪದಗಳಲ್ಲಿ ಸರಿಯಾಗಿ ಗಮನ ಕೊಡಬೇಕು. ಯಾಕೆಂದ್ರೆ ಅದರಲ್ಲಿ ತುಂಬಾ ಡಿಫ್ರೆನ್ಸ್ ಇರುತ್ತದೆ. നമ്മൾ വായിച്ചു പോവും, സാധാരണയായി വായിച്ചു പോവും. ನಾವು ಸಾಧಾರಣವಾಗಿ ಪವಿತ್ರ ಗ್ರಂಥವನ್ನು ಓದಿಕೊಂಡೇ ಹೋಗ್ತಾ ಇರ್ತೇವೆ. എന്നാൽ അതിനകത്ത് ചില വാക്കുകൾ, ಆದ್ರೆ ಅದರಲ್ಲಿ ಕೆಲವು ಪದಗಳು നമുക്ക് തരുന്ന അർത്ഥം വേറെയായിരിക്കും. ಹಲ್ಲೆಲೂಯಾ. ಈ ಪದಗಳು ನಮಗೆ ಒಂದು ರೆವಲೇಷನ್ ಅನ್ನು ತಂದು ಬರುತ್ತದೆ. പീലിപ്പോസിനോട് ചോദിക്കുകയാണ്, ಫಿಲಿಪೋಸ್ ಹತ್ರ ಕೇಳ್ತಾರೆ, ഇവർക്ക് തിന്നുവാൻ ಇವರಿಗೆ ತಿನ್ಲಿಕ್ಕೆ നാം എവിടെ നിന്ന് അപ്പം, എവിടെ നിന്ന് ಎಲ್ಲಿಂದ ರೊಟ್ಟಿಯನ್ನು വാങ്ങുമെന്ന് ചോദിച്ചു. ಖರೀದಿಸಬಹುದು. ഇത്രയും പേർക്ക് എങ്ങനെ അപ്പം കൊടുക്കുമെന്നല്ല, ಇಷ್ಟು ಮಂದಿಗೆ ರೊಟ್ಟಿಯನ್ನು ಹೇಗೆ ಕೊಡಬಹುದಂತಲ್ಲ, ಹೇಗೆ ಎಂದಲ್ಲ, ಎಲ್ಲಿಂದು ಎಲ್ಲಿಂದು ಹೇಗೆ ಕೊಡುವುದಲ್ಲ, ಎಲ್ಲಿಂದ ಕೊಡಬಹುದು ಅಂತ. ഇത് രണ്ടും ഭയങ്കര ഡിഫറൻസ് ആണ്. ಎರಡು ಪದಗಳು ತುಂಬಾ ವ್ಯತ್ಯಾಸವಾಗಿದೆ.
ഇവർക്ക് എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ಹೀಗೆ ಇವರಿಗೆ ಹೇಗೆ ಕೊಡ್ತೀರಾ ಅಂತ ಕೇಳಿದ್ರೆ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഒരു ഐഡിയ ഇല്ല. ಈಗ ಹೇಳುವವರಿಗೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಕೂಡ ಒಂದು ನಾಲೆಜ್ ಇಲ್ಲ. യോ ഇത്രയും പേരിയ്ക്കുന്നു, ഇവർക്ക് എങ്ങനെ കൊടുക്കും? ಇಷ್ಟು ಮಂದಿ ನೆರೆದಿರುವವರಿಗೆ ಹೇಗೆ ಕೊಡ್ಬೋದು? പെട്ടെന്ന് ഭർത്താവിന്റെ കൂടെ ഒരു 10 കൂട്ടുകാർ വീട്ടിൽ കയറി വരിക. ಗಂಡನೊಟ್ಟಿಗೆ ಒಂದು 10 ಮಂದಿ ಸೇರಿ ಮನೆಗೆ ಬಂದ್ರೆ ഭാര്യ അവിടുന്ന് കണ്ണു കാണിക്കും. ಹೆಂಡತಿ ಈ ತರ ಕಣ್ಣನ್ನು ರಟ್ಟಿಸ್ತಾಳೆ. ഇവിടെ വരാൻ ഇവിടെ 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 വാ ಇಲ್ಲಿ ಬಾ ಅಂತ ಹೇಳ್ತಾರೆ, ಒಂದು ಸೂಚನೆ ಕೊಡ್ತಾರೆ. പതുക്കെ അടുക്കളയിലോട്ട് കൊണ്ടുപോകും. ಹತ್ತಿರ ಬರ್ತಾರೆ, അടുക്കളയിലോട്ട് കൊണ്ടുപോകും. ಅಡಿಗೆ ಕೋಣೆಗೆ ಕೊಂಡೋಗ್ತಾರೆ. ഈ 10 പേർക്ക് എങ്ങനെ കൊടുക്കും എന്നാ നിങ്ങൾ പറയുന്നേ? ಈ 10 ಮಂದಿಗೆ ನೀವು ಕರ್ಕೊಂಡು ಬಂದಿದ್ದೀರಲ್ಲ, ಇವರಿಗೆಲ್ಲ ಹೇಗೆ ನಾನು ಊಟ ಕೊಡುದು ಅಂತ ಕೇಳ್ತಾಳೆ. അതിന്റെ അർത്ഥം, ಅದರ ಅರ್ಥವೇನಂದ್ರೆ കൊടുക്കാൻ ഇവിടെ സോഴ്സ് ഇല്ല. ಇವರಿಗೆ ಕೊಡ್ಲಿಕ್ಕೆ ನಮ್ಮ ಹತ್ರ ಏನೂ ಇಲ್ಲ, ನಮ್ಗೆ ಒಂದು ಯಾವ ರೀತಿಯಲ್ಲಿ ಇರುವ ಮಾರ್ಗವಿಲ್ಲ. ഇവർക്ക് എങ്ങനെ കൊടുക്കും? ಇವರಿಗೆ ನಾನು ಹೇಗೆ ಊಟ ಬಡಿಸ್ಲಿ? എന്നാൽ ಆದರೆ ഇത്രയും പേര് വിടിരിക്കുകയാണ്. ಇಷ್ಟು ಮಂದಿ ಇಲ್ಲಿ ನೆರೆದಿದ್ದೀರಲ್ಲ, ഞാൻ റോഷൻ ബ്രദറിനോട് ചോദിക്കുക, ನಾನು ರೋಷನ್ ಬ್ರದರ್ ಹತ್ರ ಕೇಳ್ತಾ ಇದ್ದೇನೆ, ഇത്രയും പേർക്ക് ഫുഡ് എവിടെ നിന്നാ കൊടുക്കണ്ടേ? ರೋಷನ್ ಬ್ರದರ್ ಹತ್ರ ಕೇಳ್ತಾ ಇದ್ದಾನೆ, ಇಷ್ಟು ಮಂದಿ ನೆರೆದಿರುವವರಿಗೆ ನಾನು ಹೇಗೆ ಊಟವನ್ನು ಬಡಿಸ್ಲಿ? എന്റെ കാശുണ്ട്, ನನ್ನ ಕೈಲಿ ಹಣವಿದೆ, എവിടെ നിന്ന് ആഹാരം, ಎಲ್ಲಿಂದ ಆಹಾರ, എവിടെ നിന്ന് കൊടുക്കും? ಎಲ್ಲಿಂದ ಕೊಡ್ಬೋದು? താഴെ ഹോട്ടലിൽ നിന്ന് കൊടുക്കണോ? ಕೆಳಗೆ ಇರುವ ಹೋಟೆಲಿಂದ ಕೊಡ್ಬೋದಾ? വേറെ അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് മേടിക്കണോ? ಬೇರೆ ಹೋಟೆಲಿಂದ ಕೊಡ್ಬೋದಾ? എവിടെ നിന്ന് ആഹാരം, എവിടെ നിന്ന് ഇവർക്ക് അപ്പം കൊടുക്കും? ಎಲ್ಲಿಂದ ರೊಟ್ಟಿಯನ್ನು ಕೊಡಬಹುದು എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നവന് കൊടുക്കാനുള്ള സോഴ്സ് ഉണ്ട്. ಯಾಕೆಂದ್ರೆ ಈ ರೀತಿಯಲ್ಲಿ ಮಾತಾಡುವವರಿಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಇರುವ ಮಾರ್ಗವಿದೆ. ചിലർക്കൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ಕೆಲವರಿಗೆ ಅರ್ಥ ಮಾಡಿಕೊಂಡು ಬರ್ತಾ ಇದೆ. ಈಗ നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങി പറയുന്നത്. ನಿಮ್ಗೆ ಅರ್ಥ ಮಾಡ್ಲಿಕ್ಕೆ ನಾನು ಬೇರೆ ಬೇರೆ ರೀತಿಯಲ್ಲಿ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡ್ತಾ ಇದ್ದೇನೆ. പലരുടെ അഭിപ്രായം ഇവിടെ വന്നിട്ട് വചനം കേട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ലെന്ന്. ಕೆಲವರ ಅಭಿಪ್ರಾಯದಲ್ಲಿ ಇಲ್ಲಿ ಬಂದು ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳಿ ಏನು ಅರ್ಥವಾಗ್ತಲ್ವಾ, അങ്ങനെ പോയ ആൾക്കാരുണ്ട്. ಹಾಗೆ ಆ ರೀತಿಯಲ್ಲಿ ಹೋದವರು, ವಾಪಸ್ ಹೋದವರು ಕೂಡ ಇದ್ದಾರೆ. പുറത്തു പോയിട്ട് പറയും, ഓ അവിടെ എന്തോ അവിടെ മെസ്സേജ് ഒന്നും ಇല്ല, അവിടെ ഒന്നും കൊള്ളത്തില്ല മെസ്സേജ്. ಹೊರಗೆ ಹೋಗಿ ಅವ್ರು ಹೇಳ್ತಾರೆ, ಇಲ್ಲಿ ಬಂದು ಏನು ಮೆಸೇಜ್ ಇಲ್ಲ, ಏನು ಸಂದೇಶವಿಲ್ಲ ಅಂತ ಹೇಳ್ತಾರೆ. കാരണം ഇത് മനസ്സിലാകുന്നില്ല. ಯಾಕೆಂದ್ರೆ ಅವರು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವುದಿಲ್ಲ. നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രത്തോളം ഉദാഹരണം പറയുന്നത്. സിമ്പിളായിട്ട് പറയുന്നു. ಇಷ್ಟು ನಿಮ್ಗೆ ಅರ್ಥ ಮಾಡಿಸ್ಬೇಕಂದ್ರೆ ನಾನು ಇಷ್ಟು ತುಂಬಾ ಉದಾಹರಣೆಗಳಾಗಿ ಸರಳವಾಗಿ ಹೇಳ್ತಾ ಇದ್ದೇನೆ. എന്റെ പ്രസംഗ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ആണ്. എക്സ്പ്രസ് സ്പീഡിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ನಾನು ಹೇಳ್ತಾ ಇರುವುದು ನನ್ನ ಒಂದು ಸಾನ್ನಿಧ್ಯ ಅಂದ್ರೆ ತುಂಬಾ ವೇಗವಾಗಿ ಹೇಳಿ ಚಲಿಸ್ತಾ ಇದ್ದೇನೆ. ഫയർ ആണ്, ಬೆಂಕಿಯಾಗಿದೆ. പക്ഷെ ഫയറൊക്കെ മാറ്റി വെച്ചിട്ട് ಆದ್ರೆ ಬೆಂಕಿಯನ್ನು ಸೈಡಿಗೆ ಇಟ್ಕೊಂಡು ഇങ്ങനെ ശാന്തമായി പറയുന്നത്, ಶಾಂತವಾಗಿ ಹೇಳ್ತಾ ಇರೋದು, നിങ്ങളുടെ അകത്തിതൊക്കെ കേറണം. ನಿಮ್ಮ ಮನಸ್ಸೊಳಗೆ ಅದು ಹೊಕ್ಕಬೇಕು. മരുഭൂമിയിൽ നിൽക്കുന്നവന്, ಮರುಭೂಮಿಯಲ್ಲಿ ನಿಲ್ಲುವವನಿಗೆ അവിടെ എങ്ങും ഒരു ഷോപ്പ് അവൻ കണ്ടിട്ടില്ല. ಅಲ್ಲಿ ಯಾವುದೂ ಅಂಗಡಿ ಕಾಣುವುದಿಲ್ಲ. പക്ഷെ അവനൊരു കാര്യം അറിയാം, ಅವನಿಗೆ ಒಂದು ವಿಷಯ ಗೊತ್ತಿದೆ, ഇത്രയും ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് എൻ്റെ അകത്തുണ്ട്. ಇಷ್ಟು ಮಂದಿಗೆ ಕೊಡುವಲಿಕ್ಕೆ ನನ್ನ ಕೈಯಲ್ಲಿ ಇದೆ. പിന്നെന്തിനാ ഫിലിപ്പോസിനോട് ചോദിച്ചേ? ಮತ್ತೆ ಯಾಕೆ ಅವರು ಪುನಃ ಫಿಲಿಪೋಸ್ ಹತ್ರ ಕೇಳಿದ್ರು, ഇവർക്ക് എവിടെ നിന്ന് കൊടുക്കും, ಇವರಿಗೆ ಎಲ್ಲಿಂದ ಕೊಡ್ಬೋದಂತ? ഈ ഒരു അവസ്ഥയിൽ, ಈ ಒಂದು ಅವಸ್ಥೆಯಲ್ಲಿ നിന്റെ വെളിപ്പാട് എന്താണെന്ന് അറിയാൻ അവൻ ചോദിക്കുന്നേ. ನಿನ್ನ ಮನಸ್ಸಲ್ಲಿ ನಿನ್ಗೆ ಇರುವ ಪ್ರಕಟಣೆ ಏನಂತ ಗೊತ್ತಾಗ್ಲಿಕ್ಕೆ ಅವರು ಕೇಳ್ತಾ ಇದ್ದಾರೆ. ಹಲ್ಲೆಲೂಯಾ. ഈ ഒരു അവസ്ഥയിൽ വന്നാൽ നീ എന്ത് ചെയ്യും? ಈ ಒಂದು ಅವಸ್ಥೆಯಲ್ಲಿ ನೀನು ಬಂದ್ರೆ ನೀನೇನು ಮಾಡ್ತೀಯಾ? ഹല്ലേലൂയ. അവൻ യേശു എന്താ ചെയ്യാൻ പോകുന്നതെന്ന് യേശു ഓൾറെഡി അറിഞ്ഞിരുന്നു. ಯೇಸು ಏನು ಮಾಡ್ಲಿಕ್ಕಿದ್ದಾರೆ ಅವರಿಗೆ ಮೊದಲೇ ಗೊತ್ತಿತ್ತು. അടുത്ത വാക്യം നോക്കിക്കേ. ನೆಕ್ಸ್ಟ್ ವಾಕ್ಯವನ್ನು ಓದಿರಿ. ഫിലിപ്പോസിനോട് ഇത് ചോദിച്ചത് ಫಿಲಿಪೋಸ್ ಹತ್ರ ಕೇಳಿದ್ರು, അവനെ പരീക്ഷിക്കാൻ അത്രേ, ಅವರನ್ನು ಟೆಸ್ಟ್ ಮಾಡ್ಲಿಕ್ಕೆ ಅಂತ. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. ಅವರು ಏನು ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕಿದ್ದಾರೆ ಯೇಸುನಿಗೆ ಗೊತ್ತಿತ್ತು, ಮೊದಲೇ ಗೊತ್ತಿತ್ತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അടുത്ത വാക്യം, ಇನ್ನೊಂದು ವಾಕ್ಯ ಹೇಳ್ತದೆ,
ഏഴാമത്തെ വാക്യം, 7ನೇ ವಾಕ್ಯ. പീലിപ്പോസ് യേശുവിനോട്, ಫಿಲಿಪೋಸ್ ಯೇಸುವಿನ ಹತ್ರ ಕೇಳ್ತಾರೆ, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് ಒಬ್ಬೊಬ್ಬರಿಗೆ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಲಭಿಸ್ಲಿಕ್ಕೆ നില്ലു 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 ആ ആ ಸ್ವಲ್ಪ 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 ಲಭಿಸ್ಲಿಕ್ಕೆ. നിനക്ക് സ്വൽപ്പ സ്വൽപ്പ തരാനല്ല അവൻ ഇവിടെ നിൽക്കുന്നത്. ನಿಮ್ಗೆ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಕೊಡ್ಲಿಕ್ಕೆ ಅಲ್ಲ ಇವರು ನಿಂತಿದ್ದಾರೆ ಇಲ್ಲಿ. നിന്നെ അവൻ വിളിച്ചത് ನಿನ್ನನ್ನು ಕರೆದದು നീ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാനല്ല, ನೀನು ಹೇಗೂ ಬದುಕಿ ಉಳಿಲಿಕ್ಕಲ್ಲ, നിനക്ക് ശേഷിപ്പ് തന്ന് ನಿನಗೆ ಬಾಕಿ ಉಳಿತಾಯ ತಂದು ಕೊಟ್ಟು നിന്നെ വർദ്ധിപ്പിച്ച് ನಿನ್ನನ್ನು ವರ್ತನೆ ಮಾಡಿಸಿ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാനാണ്. ನೀನೊಂದು ಆಶೀರ್ವಾದ ಆಗಿ ಮಾಡ್ಲಿಕ್ಕೆ. ಆಮೆನ್, ಹಲ್ಲೆಲೂಯ. ഒരു സർവൈവ് ചെയ്യാനല്ല. ನೀವು ಬರೀ ಜೀವಿಸ್ಲಿಕ್ಕೆಲ್ಲ. എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ പറയും, ಏನಿದೆ ನಿಮ್ಮ ವಿಶೇಷ ಅಂತ ಕೇಳಿದ್ರೆ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു, ಹೀಗೆ ಹಾಗೆ ಹೋಗ್ತಾ ಇದೆ ಅಂತ ಹೇಳ್ತೇವೆ. ಹೀಗೆ ಹಾಗೆ ಹೋಗಾನಲ್ಲ ವಿളിച്ചത്. ಈ ತರ ಆ ತರ ಹೀಗೆ ಹೋಗಿ ಹಾಗೆ ಕರೀಲಿಕ್ಕೆಲ್ಲ ದೇವರು ಕರೆದದ್ದು ನಮ್ಮನ್ನು. നീ ഒരു അനുഗ്രഹമായിരിക്കണം, ನೀವು ಬೇರೆಯವರಿಗೆ ಆಶೀರ್ವಾದ ಆಗ್ಲಿಕ್ಕೆ, നീ അനേകർക്ക് അനുഗ്രഹമാകണം. ನೀ ಬೇರೆಯವರಿಗೆ ಆಶೀರ್ವಾದ ಆಗಬೇಕು. യുവർ കപ്പ് വിൽ ഓവർഫ്ലോ. ನಿಮ್ಮ ಪಾತ್ರೆಯು ತುಂಬಿ ಹರಿಯಲ್ಪಡುತ್ತದೆ. നിന്റെ കപ്പ് ഓവർഫ്ലോ ചെയ്യുമ്പോൾ ನಿನ್ನ ಪಾತ್ರೆಯು ತುಂಬಿ ಹರಿಯುವಾಗ എംപ്റ്റി വെസൽസുകൾ ആനന്ദിക്കും. ಖಾಲಿಯಾದ ಪಾತ್ರೆಗಳು ಆನಂದಲ್ಪಡುತ್ತದೆ. ഓ ജീസസ്, അഭിഷേകം ചലിക്കട്ടെ, ಅಭಿಷೇಕ ಚಲಿಸಲಿ, ദൈവ ശക്തി തൊടട്ടെ, ದೇವರ ಶಕ್ತಿ ಚಲಿಸಲಿ, വചനത്തിന്റെ ശക്തി ചലനെ തൊടട്ടെ, ವಚನದ ಶಕ್ತಿ ಚಲಿಸಲಿ. ഹുഡാബാ ശഖാലാതാരാബാ. നിന്നെ ഓവർഫ്ലോ ആക്കാൻ അവിടെ വിളിച്ചേ. ನಿನ್ನನ್ನು ತುಂಬಿ ಹರಿಲಿಕ್ಕೆ ನಿಮ್ಮನ್ನು ಕರೆದಿದ್ದಾರೆ. ഇതാ ദൈവത്തിന്റെ ഉദ്ദേശം. ಇದೇ ದೇವರ ಉದ್ದೇಶವಾಗಿದೆ. നീ എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് സർവൈവ് ചെയ്ത് ഇവിടെ ജീവിച്ച് 70-80 വർഷം ജീവിച്ച് മരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ನಾನು ಹೀಗೆ ಹಾಗೆ ಜೀವಿಸಿ 80 ವರ್ಷ 70 ವರ್ಷ ಜೀವಿಸಲಿಕ್ಕೆಲ್ಲ ದೇವರು ನಿಮ್ಮನ್ನು ಕರೆದಿದ್ದಾರೆ. പീലിപ്പോസ് പറയാ സ്വൽപ്പ സ്വൽപ്പ. ಫಿಲಿಪೋಸ್ ಹೇಳ್ತಾರೆ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ. എന്നാൽ ചോദിച്ചവന്റെ അകത്ത്, ಆದ್ರೆ ಕೇಳಿದವನೊಳಗೆ, ഇതവനോട് ചോദിച്ച യേശുവിന്റെ അകത്ത്, ಇದು ಕೇಳಿದ ಯೇಸುವಿನೊಳಗೆ അവന്റെ അകത്ത് കിടക്കുന്നത് ശേഷിപ്പാണ്. ಅವರ ಒಳಗೆ ಇರುವುದು ಉಳಿತಾಯವಾಗಿದೆ. പക്ഷെ മറുപടി പറയുന്നവന്റെ അകത്ത് സ്വൽപ്പ സ്വൽപ്പയാണ്. ಆದ್ರೆ ರಿಪ್ಲೈ ಕೊಡುವವರಿಗೆ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಅಂತ ಹೇಳ್ತಾನೆ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ಎಷ್ಟು ಮಂದಿಗೆ ಅರ್ಥವಾಗಿದೆ? നിങ്ങളിവിടെ സ്വൽപ്പ സ്വൽപ്പക്ക് അതിനാ വന്നതെങ്കിൽ, ನೀವು ಇಲ್ಲಿ ಕೂತ್ಕೊಳ್ಳೋದು ಸ್ವಲ್ಪಗೋಸ್ಕರ ಆದ್ರೆ, യോ എന്റെ കടവൊന്ന് മാറിയാ മതിയായിരുന്നു, ನನ್ನ ಸಾಲ ಭಾರವನ್ನು ನೀಗಿಸಿದರೆ ಒಂದು ಸಾಕು ಅಂತ ಹೇಳುವವರಿಗೆ, കർത്താവേ നീ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു, ದೇವರೇ ನನ್ನನ್ನು ಒಂದು ಆಶೀರ್ವದಿಸಿದ್ರೆ ಸಾಕು ಅಂತ ಹೇಳುವವರಿಗೆ, എന്റെ പ്രശ്നങ്ങളെ ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നു, ನನ್ನ ಪ್ರಶ್ನೆಗಳ ತೊಂದರೆಗಳನ್ನು ನೀಗಿಸಿದ್ರೆ ಸಾಕು ಅಂತ ಹೇಳುವವರಿಗೆ, വേറെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. ನನಗೆ ಬೇರೆ ಯಾವುದು ಬೇಡ ಅಂತಿಲ್ಲ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ದೇವರು ಅಬ್ರಾಮ್ ಹತ್ರ ಹೇಳಿದ್ರು, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ನಾನ್ ನಿನ್ನನ್ನು ಆಶೀರ್ವದಿಸ್ತೇನೆ. ಹಲ್ಲೆಲೂಯ. അങ്ങനല്ല. ಹಾಗೆ ಅಲ್ಲ. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്നല്ല പറഞ്ഞത്, ನಾನ್ ನಿನ್ನನ್ನು ಅನುಗ್ರಹಿಸ್ತೇನೆ ಅಲ್ಲ ಅಂತ ಹೇಳಿದ್ರು. നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്നാ പറഞ്ഞത്. ನೀನೊಂದು ಅನುಗ್ರಹವಾಗಿದೆ ಅಂತ ಹೇಳಿದ್ರು. എവിടേക്കോ നമ്മൾ അറിയാതെ ചില ബൈബിളിൽ ഇല്ലാത്ത വാക്യങ്ങൾ നമ്മുടെ തലമണ്ടേ കയറിയിരിക്കുക. ಕೆಲವು ನಮಗೆ ಗೊತ್ತಿಲ್ಲದ ಕೆಲವು ವಿಷಯಗಳೆಲ್ಲ ನಮ್ಮ ತಲೆಯೊಳಗೆ ಬಂದು ಹೋಗಿದೆ. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്നല്ല പറഞ്ഞത്, ನಾನ್ ನಿನ್ನನ್ನು ಆಶೀರ್ವದಿಸ್ತೇನೆ ಅಂತ ಹೇಳಿದಲ್ಲ, നീ ഒരു അനുഗ്രഹമായിരിക്കും. ನೀನೊಂದು ಆಶೀರ್ವಾದವೇ ಆಗಿದೆ. സകല ജാതികൾക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും. ಸಕಲ ಜಾತಿಗಳಿಗೆ ನೀನೊಂದು ಅನುಗ್ರಹವಾಗಿದೆ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ನಿನ್ನನ್ನು ಆಶೀರ್ವದಿಸುವವರಿಗೆ ನಾನು ಆಶೀರ್ವದಿಸ್ತೇನೆ. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ನಿನ್ನನ್ನು ಶಪಿಸುವವರನ್ನು ನಾನು ಶಪಿಸ್ತೇನೆ.
ഹല്ലേലൂയ. Hallelujah. നമ്മുടെ പ്രാർത്ഥന രീതികളൊക്കെ മാറണം. ನಮ್ಮ ಪ್ರಾರ್ಥನೆಯ ರೀತಿಗಳೆಲ್ಲ ನಾವು ಮಾರ್ಪಡಿಸಬೇಕು. 2 മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല കാര്യം. 2 ಗಂಟೆ ಕೂತ್ಕೊಂಡು ಪ್ರಾರ್ಥಿಸಿದೆಲ್ಲ ವಿಷಯ. നീ എന്തു പ്രാർത്ഥിച്ചു എന്നുള്ളതാ വിഷയം. ನೀನು ಹೇಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ಯಾ ಅದೇ ವಿಷಯವಾಗಿದೆ. ಹೇಗೆ ಅಲ್ಲ, ಎಂದು ಪ್ರಾರ್ಥಿച്ചു. ನೀನು ಏನು ಪ್ರಾರ್ಥಿಸಿದ್ಯಾ ಅದೇ ವಿಷಯವಾಗಿದೆ. നീ എന്താ പ്രാർത്ഥിച്ചേ? ನೀನು ಏನು ಪ್ರಾರ್ಥಿಸಿದ್ಯಾ? നീ എന്താ വാ തുറന്ന് സംസാരിച്ചേ? ನೀನು ಬಾಯಿ ತೆರೆದು ಏನು ಪ್ರಾರ್ಥಿಸಿದ್ಯಾ? നീ സംസാരിക്കുന്നത്, നീ വാ തുറന്ന് പറയുന്നത് പോലെ നീ ആയിത്തീരും. ನೀನು ಬಾಯಿ ತೆರೆದು ಪ್ರಾರ್ಥಿಸಿದ ಹಾಗೆ ನೀನು ಆಗ್ತೀಯಾ. അബ്രഹാം പറഞ്ഞു, ಅಬ್ರಾಮ್ ಹೇಳಿದ್ರು, ദൈവത്തെ നോക്കിയിട്ട് പറയാ, ದೇವರನ್ನು ನೋಡಿ ಹೇಳಿದ್ರು, ദൈവത്തിന് പേരിടുക, ದೇವರಿಗೆ പേരിടുക, ಹೆಸರು ಇಟ್ಕೊಳ್ಳಿ, യഹോവ ഇരേ. ಯೆಹೋವ ಈರೆ ಅಂತ. അനേകം വ്യക്തികൾ യഹോവയ്ക്ക് പേരിട്ടിട്ടുണ്ട്. ಅನೇಕ ಜನರು ಯೆಹೋವನಿಗೆ ಹೆಸರಿಟ್ರು. അവരുടെ അന്നത്തെ സാഹചര്യം നോക്കിയിട്ട്, ಅವರ ಆ ದಿನದ ಅವಸ್ಥೆಯನ್ನು ನೋಡಿ ಹೆಸರಿಟ್ರು. അബ്രഹാം പറ, യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും. ಅಬ್ರಾಮ್ ಹೇಳ್ತಾರೆ, ಯೆಹೋವ ಈರೆ, ದೇವರು ನಮ್ಮನ್ನು ಕಾಪಾಡುತ್ತಾರೆ. യഹോവ കരുതും, യഹോവ കരുതും, ಒದಗಿಸ್ತಾರೆ, ಒದಗಿಸ್ತಾರೆ. പക്ഷെ ഞാൻ പറയും, ಆದ್ರೆ ನಾನು ಹೇಳುದು, യഹോവ കരുതുമെന്നല്ല, ಯೆಹೋವ ಒದಗಿಸ್ತಾರೆ ಮಾತ್ರ ಅಲ್ಲ, my God will overflows me. ನನ್ನ ದೇವರು ನನಗೆ ತುಂಬಿ ಹರಿಯುವ ದೇವರಾಗಿದ್ದಾರೆ. Hallelujah. Hallelujah. നീ എന്ത് പറയുന്നോ, ನೀನು ಎಂತ ಹೇಳ್ತೀಯೋ, നിന്റെ അകത്തെ വെളിപ്പാട് എന്താണോ, ನಿನ್ನ ಒಳಗಿರುವ ಪ್ರಕಟಣೆ ಏನು ಹೇಳ್ತದೋ, നീ അതായി തീരും. ನೀನು ಅದೇ ರೀತಿಯಲ್ಲಿ ಆಗಿ ಬಿಡ್ತೀರಾ. Hallelujah. Hallelujah. നിന്റെ അകത്ത് നീ ക്യാരി ചെയ്യുന്ന വെളിപ്പാട്, ನೀನು ನಿನ್ನ ಒಳಗೆ ಇರುವ ಹೊತ್ತುಕೊಂಡು ಇರುವ ಪ್ರಕಟಣೆ, ನೀನು ಅದೇ ಆಗಿ ಆಗ್ತೀಯಾ. നിന്റെ ദൈവം നിനക്ക് അങ്ങനെ ആയിത്തീരും. ನಿನ್ನ ದೇವರು ನಿನಗೆ ಅದೇ ರೀತಿಯಲ್ಲಿ ಆಗಿ ಬಿಡ್ತಿದ. ഹല്ലേലൂയ. Hallelujah. എൻ്റെ ദൈവം ഓവർഫ്ലോ ചെയ്യുന്ന ദൈവമാണ്. ನನ್ನ ದೇವರು ತುಂಬಿ ಹರಿಯುವ ದೇವರಾಗಿದ್ದಾರೆ. നമ്മുടെ പ്രാർത്ഥനകൾ മാറണം. ನಮ್ಮ ಪ್ರಾರ್ಥನೆಯ ರೀತಿಗಳು ಮಾರ್ಪಾಡವಾಗಬೇಕು. നമ്മൾ എന്താ സംസാരിക്കുന്നത് അത് മാറണം. ನಾವು ಯಾವ ರೀತಿಯಲ್ಲಿ ಮಾತಾಡ್ತೇವೆ ಅದು ಚೇಂಜ್ ಆಗಬೇಕು. എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, ನನ್ನನ್ನು ಆಶೀರ್ವದಿಸಿ ಅಂತ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ರೆ, അത്ര വെളിപ്പാടേ നിങ്ങൾക്കുള്ളെങ്കിൽ ಅಷ್ಟೇ ಪ್ರಕಟಣೆ ನಿಮ್ಮಲ್ಲಿ ಇರುವುದಾದ್ರೆ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമായിരിക്കും. ನಿಮ್ಗೆ ಆಶೀರ್ವಾದ ಸಿಗಬಹುದು. പക്ഷെ നിങ്ങൾക്കൊരു അനുഗ്രഹമാകാൻ പറ്റില്ല. ಆದ್ರೆ ನೀವೊಂದು ಆಶೀರ್ವಾದ ಆಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. എന്റെ കടം മാറ്റണമേ എന്നാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ನನ್ನ ಸಾಲ ಭಾರವನ್ನು ನೀಗಿಸಿ ದೇವರೇ ಅಂತ ಪ್ರಾರ್ಥಿಸಿದ್ರೆ ദൈവം നിങ്ങളുടെ കടം മാറ്റുമായിരിക്കും. ನಿಮ್ಮ ಸಾಲ ಭಾರವನ್ನು ನೀಗಿಸ್ತಾರೆ. പക്ഷെ എന്റെ പ്രാർത്ഥന എന്താണെന്ന് അറിയാവോ? ಆದ್ರೆ ನನ್ನ ಪ್ರಾರ್ಥನೆ ಏನ್ ಗೊತ್ತಾ? അനേകരെ ഫൈനാൻഷ്യൽ ക്രൈസിസ് നിന്നും വിടുവിക്കാൻ എന്നെ ഉപയോഗിക്കണമേ. ನಾನು ಬೇರೆಯವರ ಸಾಲ ಭಾರವನ್ನು ನೀಗಿಸುವವರಾಗಿರ್ಬೇಕು ಅಂತ ಆಶೀರ್ವದಿಸಿ. എനിക്ക് കടം 1 ലക്ഷം ഉള്ളെങ്കിൽ, ಅದೇ ಒಂದೇ ಒಂದು ಉದ್ದೇಶ ಇದ್ರೆ, എനിക്ക് കടം 1 ലക്ഷമേ ഉള്ളെങ്കിൽ, ನನ್ನ ಸಾಲ ಭಾರ 1 ಲಕ್ಷ ಮಾತ್ರ ಆಗಿದ್ರೆ, എന്റെ പ്രാർത്ഥന കടം മാറണമെന്നാണെങ്കിൽ, ನನ್ನ ಪ್ರಾರ್ಥನೆ ಸಾಲ ಭಾರ ನೀಗಿಸ್ಬೇಕಂತಾದ್ರೆ ദൈവം 1 ലക്ഷം രൂപ തരും. ದೇವರು ಕರೆಕ್ಟ್ 1 ಲಕ್ಷ ಕೊಡ್ತಾರೆ. പക്ഷെ എന്റെ പ്രാർത്ഥന, ಆದ್ರೆ ನನ್ನ ಪ್ರಾರ್ಥನೆ അനേകരെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ എന്നാണെങ്കിൽ, ನನ್ನ ಪ್ರಾರ್ಥನೆ ಬೇರೆಯ ಸಂಪತ್ತಿನಲ್ಲಿ ಆಶೀರ್ವದಿಸಬೇಕಂತಾದ್ರೆ പല വഴിയിലൂടെ ലക്ഷങ്ങൾ കോടികൾ ഒഴുകി വരും. ಬೇರೆ ಬೇರೆ ದಾರಿಯಿಂದ ಲಕ್ಷಗಳು ಕೋಟಿ ಹಣ ಬರ್ತಾ ಇರ್ತದೆ. പ്രാർത്ഥനകൾ ചേഞ്ച് ആകട്ടെ. ಪ್ರಾರ್ಥನೆಗಳು ಚೇಂಜ್ ಆಗಲಿ. നമ്മൾ ശരിയായി പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, ನಾವು ಸರಿಯಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡದ ಕಾರಣ, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, ಪ್ರಾರ್ಥನೆ ಮಾಡುವ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡದ ಕಾರಣ നമ്മുടെ അകത്തുള്ള ആത്മാവ് ഞരങ്ങുകയാണ്. ನಮ್ಮ ಒಳಗೆ ಇರುವ ಆತ್ಮ ಸ್ಪಿರಿಟ್ ಅದು ತುಂಬಾ ಸ್ಟ್ರಗಲ್ ಮಾಡ್ತದೆ. കറക്റ്റ്
കറക്റ്റായുള്ള പ്രാർത്ഥന അല്ലാത്തത് കൊണ്ട്, ಸರಿಯಾದ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸದ ಕಾರಣ, കറക്റ്റ് കോഡ് അടിക്കാത്തത് കൊണ്ട്, ಸರಿಯಾಗಿರುವ ಕೋಡ್ ಅನ್ನು ಬಟನ್ ಪ್ರೆಸ್ ಮಾಡದ ಕಾರಣ, ഇതെല്ലാം പ്രൊഫറ്റിക്കൽ കോഡ്സ് ആണ്. ಅದೆಲ್ಲ ಪ್ರವಾದನೆಯ ಕೋಡ್ಗಳಾಗಿವೆ. പ്രാർത്ഥന എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ಪ್ರಾರ್ಥನೆ ಅಂದ್ರೆ ನೀವು ಏನೆಂತ ಆಲೋಚನೆ ಮಾಡಿದಿರಾ? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ಯಾಕೆ ಪ್ರಾರ್ಥಿಸಬೇಕು? ചിലത് തുറക്കാനാ, ಕೆಲವು ದಾರಿಗಳು, ಬಾಗಿಲುಗಳು ಓಪನ್ ಮಾಡ್ಲಿಕ್ಕೆ. അപ്പോൾ തുറക്കണമെങ്കിൽ, ಹಾಗಾದ್ರೆ ಬಾಗಿಲು ತೆರಿಬೇಕಾದ್ರೆ, അൺലോക്ക് ചെയ്യണമെങ്കിൽ ಆ ಲಾಕ್ ಅನ್ನು ಓಪನ್ ಮಾಡ್ಬೇಕಾದ್ರೆ കറക്റ്റ് കോഡ് അടിക്കണം. ಸರಿಯಾದ ಕೋಡ್ ಅನ್ನು ಪ್ರೆಸ್ ಮಾಡಬೇಕು. എല്ലാവർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ಎಲ್ಲರಿಗೆ ಅರ್ಥವಾಗಿಲ್ಲ ಅಂತ ಎನಿಸ್ತಾ ಇದ್ದಾನೆ. ലോക്ക് ചെയ്ത മൊബൈലാണോ? ಲಾಕ್ ಆದ ಮೊಬೈಲ್ ಆದ್ರೆ ತಂದು ಬನ್ನಿ. ഞാൻ ನೋಡಿ, ಅವರು ಟ್ರೈ ಮಾಡಿದ್ರು, ಇದೇ ರೀತಿಯಲ್ಲಿ ಕಾಣ್ತಾ ಇದೆ. ലോക്കാണ്. ಅದು ಲಾಕ್ ಆಗಿದೆ. ഞാനൊരു ഇഷ്ടമുള്ള കോഡങ്ങ് അടിക്കുക. ನಾನು ನನ್ನ ಇಷ್ಟಕ್ಕೆ ಇರುವ ಕೋಡ್ ಅನ್ನು ಬಟನ್ ಪ್ರೆಸ್ ಮಾಡಿ ಓಪನ್ ಮಾಡ್ಲಿಕ್ಕೆ ನೋಡ್ತಾ ಇದ್ದಾನೆ. എന്താ വന്നേ? ಏನ್ ಕಾಣ್ತದೆ? ರಾಂಗ್ ಪಿನ್. ರಾಂಗ್ ಪಿನ್. ഓപ്പൺ ആവോ? ಇದು ಓಪನ್ ಆಗ್ತದಾ? ഇനി ഞാനൊരു 5-6 അടിച്ചാൽ ಇನ್ನು ಪುನಃ ನಾನು ಪಿನ್ ಅನ್ನು ಹೊಡೆದ್ರೆ ഇത് ബ്ലോക്ക് ആയി പോകും. ಪುನಃ ಬ್ಲಾಕ್ ಆಗ್ತದೆ. ಸರಿ ಅಲ್ಲದ ಪಿನ್ ಅನ್ನು ಹೊಡೆದ್ರೆ. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ಇದು ಓಪನ್ ಮಾಡ್ಬೇಕಾದ್ರೆ ನಾನು ಏನ್ ಮಾಡ್ಬೇಕು? ശരിയായ പിൻ അടിക്കണം. ಸರಿಯಾದ ಪಿನ್ ಅನ್ನು ಬಟನ್ ಪ್ರೆಸ್ ಮಾಡ್ಬೇಕು. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് എന്തുകൊണ്ടാ? ನಿನ್ನ ಪ್ರಾರ್ಥನೆಗೆ ರಿಪ್ಲೈ ಸಿಗದಿಲ್ಲದ ಯಾಕೆ ಕಾರಣ? ശരിയായി ഒന്നും പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ಸರಿಯಾಗಿ ಪ್ರಾರ್ಥಿಸಿದ್ರೆ എന്നേ അത് അൺലോക്ക് ആയേനെ. ಇನ್ನು ಇವರ ಪ್ರಶ್ನೆಗೆ ತೊಂದರೆ ಯಾವಾಗ ಅದು ಓಪನ್ ಆಗ್ತಿತ್ತು? ഇവിടെ പ്രസംഗങ്ങളല്ല, ಇಲ್ಲಿ ಇರುವುದು ಸಂಭಾಷಣೆ, ಪ್ರಸಂಗವಲ್ಲ. കോഡുകൾ, പ്രൊഫറ്റിക്കൽ കോഡുകൾ ഇവിടെ പറഞ്ഞു തരിക. ಪ್ರವಾದನೆಯ ಕೋಡ್ ಅಥವಾ ಸೀಕ್ರೆಟ್ ಅನ್ನು ಹೇಳ್ತಾ ಇದ್ದೇವೆ. സ്പിരിച്വൽ റിലത്തെ എങ്ങനെ അൺലോക്ക് ചെയ്യാം, ಈ ಆತ್ಮಿಕವಾದಿಗಿರುವ ಪ್ರಪಂಚವನ್ನು ನಾವು ಹೇಗೆ ಅನ್ಲಾಕ್ ಮಾಡ್ತೇವಂತ, എങ്ങനെ നിനക്ക് അതിനകത്ത് പ്രവേശിക്കാം, ನಿನಗೆ ಅದರ ಒಳಗೆ ಹೇಗೆ ಪ್ರವೇಶಿಸಬಹುದು, എങ്ങനെ നിനക്ക് അഭിഷേകത്തെ പ്രാപിക്കാം, ನಿನಗೆ ಹೇಗೆ ಅಭಿಷೇಕವನ್ನು ಪ್ರಾಪ್ತಿ ಮಾಡಬಹುದು, എങ്ങനെ നിനക്ക് വെളിപ്പാടുകളെ പ്രാപിക്കാം, ನಿನಗೆ ಹೇಗೆ ಪ್ರವಾದಗಳ ರೆವಲೇಷನ್ ಅನ್ನು ಪ್ರಾಪಿಸಬಹುದು, എങ്ങനെ നിനക്ക് ആത്മശക്തി വർദ്ധിപ്പിക്കാം. ನಿಮ್ಮ ಒಳಗಿರುವ ಆತ್ಮಶಕ್ತಿಯನ್ನು ಹೇಗೆ ವರ್ಧಿಸಬಹುದು. ഇത് കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. ಇದು ಸುಮ್ಮನೆ ಕೇಳಿಕೊಂಡು ಕೂತ್ರೆ ಸಾಕಾಗುದಿಲ್ಲ. ഇത് കേട്ടോണ്ട് കൂടെ നടന്നിട്ട് കാര്യമില്ല. ಇದೊಂದು ಕೇಳಿಕೊಂಡು ಒಟ್ಟಿಗೆ ನಡೆದ್ರೆ ಸಾಲುದಿಲ್ಲ. ഇത് നിന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണം. ಇದು ನಿನ್ನ ಪ್ರಾಕ್ಟಿಕಲ್ ಜೀವನದಲ್ಲಿ ಇದು ನಡೆಸಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഓ ജീസസ്. അശയ്, നീ എന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല. ನನ್ನ ಒಟ್ಟಿಗೆ ನಡೆದು ಏನು ಪ್ರಯೋಜನ ಇಲ್ಲ. കേൾക്കുന്ന വചനം നീ അനുസരിക്കുമ്പോ, ಕೇಳುವ ವಚನ ನೀನು ಅನುಸರಿಸುವಾಗ നീ അഭിഷേകത്താ നിറയും. ನಿನಗೆ ಅಭಿಷೇಕದಲ್ಲಿ ತುಂಬಲ್ಪಡುತ್ತದೆ. നിന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. ನಿನ್ನನ್ನು ಸೋಲಿಸಲಿಕ್ಕೆ ಯಾರಿಗೂ ಸಾಧ್ಯವಿಲ್ಲ. ഞാൻ എന്റെ സഭയെ പണിയും. ഞാൻ എന്റെ സഭയെ പണിയും. I will build my church. ನಾನು ನನ್ನ ಸಭೆಯನ್ನು ಕಟ್ಟಲ್ತೇನೆ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ಯಾವ ಪಾತಾಳಗಳು, ಯಾವ ಕೋಟೆಗಳು ಅದನ್ನು ಜಯಿಸುವುದಿಲ್ಲ. എല്ലാ പാതാളങ്ങളും ഇളകി വന്നാലും, ಯಾವ ಪಾತಾಳಗಳು ಕೂಡ ಗೆದ್ದು ಬಂದ್ರೆ, എല്ലാ പൈശാചിക ശക്തി ഇളകി വന്നാലും, ಯಾವ ಪೈಶಾಚಿಕ ಶಕ್ತಿಗಳು ಕೂಡ ಮುಂದೆ ಬಂದ್ರೆ, ഈ മാംഗ്ലൂരിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ದೇವರಿಗೆ ಈ ಮಂಗಳೂರಲ್ಲಿ ಒಂದು ಪದ್ಧತಿ ಇದ್ರೆ, സഭയെ തകർക്കാൻ നിനക്ക് പറ്റില്ല. ಸಭೆಯನ್ನು ಸೋಲಿಸಲಿಕ್ಕೆ ನಿನಗೆ ಸಾಧ್ಯವಿಲ್ಲ. ഇവിടെ ഒരു ഉണർവ് നടക്കും. ಇಲ್ಲಿ ಒಂದು ಉಜ್ಜೀವನ ನಡೆಯುತ್ತದೆ. കൂടെ നിൽക്കാൻ തയ്യാറുള്ളവർക്ക് നിൽക്കാം. ಯಾರಿಗೆಲ್ಲ ಒಟ್ಟಿಗೆ ನಿಂತು ಸೇರಿ ನಿಲ್ಲುವವರಿಗೆ ನಿಲ್ಬಹುದು. പക്ഷെ ഞാൻ ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ನಾನು ದೇವರೊಡನೆ ಒಂದು ಒಡಂಬಡಿಕೆ ಮಾಡಿದ್ದೇನೆ. എന്റെ കൂടെ ആരുമില്ലെങ്കിലും, ನನ್ನ ಒಟ್ಟಿಗೆ ಯಾರು ಇಲ್ಲದಿದ್ರು, കർത്താവേ ഒരു ഉണർവിന് വേണ്ടി ഞാനുണ്ട്. ದೇವರೇ ಉಜ್ಜೀವನಕ್ಕಾಗಿ ನಾನಿದ್ದೇನೆ.
ഒരു ഏലിയാവ് കർമേൽ പർവ്വതത്തിൽ കയറിയപ്പോൾ ಏಲಿಯಾವು ಕಾರ್ಮೆಲ್ ಪರ್ವತಕ್ಕೆ ಎದ್ದು ಹೋದಾಗ ഒറ്റൊരു വ്യക്തി ಒಂದು ವ್ಯಕ್ತಿ ಕೂಡ 850 പേർ ഓപ്പോസിറ്റ് നിൽക്കുക. 850 ಜನರು ಅಲ್ಲಿ ಆಪೋಸಿಟ್ ಆಗಿ ನಿಂತಿದ್ದಾರೆ. ഏലിയാവ് എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തി, ಏಲಿಯಾವು ಎಂಬ ಒಂದೇ ವ್ಯಕ್ತಿ, അവൻ മുട്ടുമടക്കിയപ്പോൾ ಅವನು ನೀಸಲ್ಲಿ ಬೆಂಡಾದಾಗ അഗ്നി ഇറങ്ങിയെങ്കിൽ ಅಲ್ಲಿ ಬೆಂಕಿ ಇಳಿಯಿತು. ഇവിടെ ഉണർവിന്റെ അഗ്നികൾ ഇറങ്ങും. ಇಲ್ಲಿ ಉಜ್ಜೀವನದ ಅಗ್ನಿ ಇಳಿಯುತ್ತದೆ. ഇവിടെ പൈശാചിക ശക്തികളെ അത് കരിച്ചു കളയും. ಪೈಶಾಚಿಕ ಶಕ್ತಿಗಳನ್ನು ನಾಶಪಡಿಸುತ್ತದೆ. അൺലോക്ക് ചെയ്ത് കയറി പോണം. ಅನ್ಲಾಕ್ ಮಾಡಿ ನೀವು ಒಳಗೆ ನುಗ್ಗಬೇಕು. ഓരോരോ ലെവലുകൾ അൺലോക്ക് ചെയ്ത് കയറി പോകണം. ಒಂದೊಂದು ಹಂತವಾಗಿ ನೀವು ಹಂತವಾಗಿ ಅನ್ಲಾಕ್ ಮಾಡಿ ನೀವು ಹತ್ತಬೇಕು. ജീസസ്. പിശാചിന് ഇടം കൊടുക്കരുത്. ಸೈತಾನನಿಗೆ ಯಾವ ದಾರಿಯನ್ನು ಓಪನ್ ಮಾಡಿ ಕೊಡಬಾರದು. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം. ಪ್ರಾರ್ಥಿಸುವ ರೀತಿಯಲ್ಲಿಯೇ ಪ್ರಾರ್ಥಿಸಬೇಕು. എങ്ങനെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ಯಾವ ರೀತಿಯಲ್ಲಿ ಕೂಡ ಪ್ರಾರ್ಥಿಸಬಹುದು ಅಂತ ಎನಿಸಿ ಅದಕ್ಕೆ ನನಗೆ ರಿಪ್ಲೈ ಕೊಡ್ತಾ ಇಲ್ಲ ಅಂತ ಎನಿಸುವುದು ಸರಿಯಲ್ಲ. 3 മണിക്ക് എഴുന്നേറ്റ് 5 മണി വരെ പ്രാർത്ഥിച്ച് വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെങ്കിൽ 3 ಗಂಟೆಗೆ ಎದ್ದು 5 ಗಂಟೆ ತನಕ ಪ್ರಾರ್ಥಿಸಿ ಪ್ರಾರ್ಥನೆ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸದೆ ನನಗೆ ರಿಪ್ಲೈ ಬರ್ತಾ ಇಲ್ಲ ಅಂತ ಹೇಳಿ ಪ್ರಯೋಜನ ಇಲ್ಲ. ഞാൻ പറയും നല്ല നല്ല തണുപ്പുള്ള സമയം ബ്ലാങ്കറ്റ് ഒക്കെ പൊതിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങ്. ನಾನು ಹೇಳುವುದಂದ್ರೆ ನೀವು ಆ ಹೊದಿಕೆಯನ್ನು ಹಾಕಿ ಒಂದು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಒಂದು ಮಲಗಿಬಿಡಿ. ചുമ്മാ രാവിലെ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കാതെ ಸುಮ್ಮನೆ ಒಂದು ಸೌಂಡ್ ಅಲ್ಲಿ ಅಂದ್ರೆ ಆವಾಜನ್ನು ಮಾಡಬೇಡಿ. ശബ്ദ മലിനീകരണം ഉണ്ടാക്കാതെ ಶಬ್ದ ಮಾಲಿನ್ಯ ಸೌಂಡ್ ಪೊಲ್ಯೂಷನ್ ಮಾಡಬೇಡಿ. സുഖമായിട്ട് കിടന്നുറങ്ങ്. ಒಂದು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಮಲಗಿಬಿಡಿ. അതെങ്കിലും നടക്കട്ടെ. ಹಾಗೆ ಆದ್ರೂ ನಡೀಲಿ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കണം. ಪ್ರಾರ್ಥಿಸುವ ರೀತಿಯಲ್ಲಿಯೇ ಪ್ರಾರ್ಥಿಸಬೇಕು. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ನಾವು ಪ್ರಾರ್ಥಿಸುವಾಗ അകത്താത്മാവ് ഞരങ്ങാനിടയാകരുത്. ನಮ್ಮ ಒಳಗೆ ಇರುವ ಆತ್ಮ ಸ್ಪಿರಿಟ್ ಅದು ಸ್ಟ್ರಗಲ್ ಮಾಡಲಿಕ್ಕೆ ಅವಕಾಶ ಕೊಡಬೇಡಿ. അത് സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ಅದು ಸ್ಟ್ರಗಲ್ ಅಂದ್ರೆ ಅದು ಆ ಒಂದು ಸ್ಟ್ರಗಲ್ ಮಾಡುವುದೇ ഉറക്കം വരുന്നത്. ಅದಕ್ಕೇನೆ ನಮ್ಗೆ ನಿದ್ರೆ ಬರುತ್ತೆ, ക്ഷീണം വരുന്നത്, ನಮ್ಗೆ ತುಂಬಾ ವೀಕ್ ಆಗ್ತೇವೆ. ഇതെല്ലാം സ്ട്രഗിൾ ചെയ്യാം. ಇದಂದ್ರೆ ಒಳಗೆ ಆತ್ಮ ಸ್ಟ್ರಗಲ್ ಮಾಡ್ತಾ ಇದೆ. പക്ഷെ നീ കറക്റ്റ് റൂട്ടിലാ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ಸರಿಯಾದ ದಾರಿಯಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋದಾದ್ರೆ സമയം പോകുന്നത് അറിയത്തില്ല. ಸಮಯ ಹೋಗುವುದೇ ನಿಮ್ಗೆ ಗೊತ್ತಾಗೋದಿಲ್ಲ. ഹല്ലേലൂയ. നിന്റെ ശരീരം എവിടെ ആയിരിക്കും, ആത്മാവ് എവിടേക്കോ ആയിരിക്കും. ನಿನ್ನ ಶರೀರ ಒಂದು ಕಡೆಯಲ್ಲಿ ಇರ್ತದೆ, ನಿನ್ನ ಸ್ಪಿರಿಟ್ ಬೇರೆ ಕಡೆಯಲ್ಲಿ ಇರುತ್ತದೆ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ആത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന്. ಹತ್ತಿರ ಇರುವವರಿಗೆ ಕೈಕೊಟ್ಟು ಹೇಳಿ, ಆತ್ಮವನ್ನು ದುಃಖಿಸಬೇಡಿ. പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കാതെ, ಪ್ರಾರ್ಥಿಸುವ ರೀತಿಯಲ್ಲಿಯೇ ಪ್ರಾರ್ಥಿಸಬೇಕು. പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കാതെ, ನೀವು ಸಾಧಾರಣವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಹಾಗೆ ಮಾಡದೆ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ಪರಿಶುದ್ಧ ಆತ್ಮವನ್ನು ದುಃಖಿಸಬೇಡಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫിലിപ്പോസ് യേശുവിനോട് പറയാണ്, ಫಿಲಿಪ್ಪೋಸ್ ಯೇಸುವಿನೊಡನೆ ಹೀಗೆ ಹೇಳ್ತಾರೆ, ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടതിന് ಒಬ್ಬೊಬ್ಬರಿಗೆ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಲಭಿಸ್ಲಿಕ್ಕೆ നീ ദൈവരാജ്യത്തിനകത്ത് വന്നാൽ, ನೀನು ದೇವರ ಸಾಮ್ರಾಜ್ಯದೊಳಗೆ ಬಂದಿದ್ರೆ ഈ അല്പം അല്പം എല്ലാം നീ വിടും. ನೀನು ಅಲ್ಪ ಸ್ವಲ್ಪ ಎಲ್ಲ ಬಿಟ್ಟು ಬಿಡ್ತೀಯ.
പിന്നെ ശേഷിപ്പുകളെ കുറിച്ച് നീ സംസാരിക്കും. ಮತ್ತೆ ನೀವು ಮಾತಾಡೋದು ಉಳಿತಾಯದ ಬಗ್ಗೆ ಮಾತ್ರ ಮಾತಾಡ್ತೀರಾ. ഓവർഫ്ലോയെ കുറിച്ച് സംസാരിക്കും. ಹರಿದು ಬರುವ ವಿಷಯ ಬಗ್ಗೆ ನೀವು ಮಾತಾಡ್ತೀರಾ. എന്റെ കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളെങ്കിൽ, ನನ್ನ ಕಾರ್ಯಗಳು ನನ್ನ ಕೆಲಸ ಮಾತ್ರ ನಡೆಯುವುದಾದ್ರೆ എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും? ನನಗೆ ಹಾಗಾದ್ರೆ ಬೇರೆಯವರನ್ನು ಹೇಗೆ ಸಹಾಯ ಮಾಡಬಹುದು? ദൈവം എന്നെ വിളിച്ചത്, ದೇವರು ನನ್ನನ್ನು ಕರೆದದು, നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കണം. ನೀನು ಬೇರೆಯವರಿಗೆ ಆಶೀರ್ವಾದ ಆಗ್ಬೇಕು. പക്ഷെ എന്റെ കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളെങ്കിൽ, ನನ್ನ ಕೆಲಸ ಮಾತ್ರ ನಡೆಯುವುದಾದ್ರೆ എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും? ನಾನು ಬೇರೆಯವರಿಗೆ ಹೇಗೆ ಸಹಾಯ ಮಾಡಬಹುದು? എന്നിൽ ഒരു ശേഷിപ്പ് വന്നാൽ മാത്രമേ എനിക്ക് സഹായിക്കാൻ പറ്റൂ. ನನ್ನಲ್ಲಿ ಒಂದು ಉಳಿತಾಯ ಬಂದ್ರೆ ಮಾತ್ರ ನಾನು ಬೇರೆಯವರಿಗೆ ಸಹಾಯ ಮಾಡಬಹುದು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. എന്നിലൊരു വർധനവ് നടക്കണം. ನನ್ನಲ್ಲಿ ಒಂದು ವರ್ಧನೆ ನಡಿಬೇಕು. എന്നിലൊരു ശേഷിപ്പ് ഉണ്ടാകണം. ನನ್ನಲ್ಲಿ ಒಂದು ಉಳಿತಾಯ ಇರಬೇಕು. എന്റെ കപ്പ് ഓവർഫ്ലോ ചെയ്യണം. ನನ್ನ ಪಾತ್ರೆ ಹರಿದು ಹೋಗ್ಬೇಕು. എന്റെ അക്കൗണ്ട് ഓവർഫ്ലോ ചെയ്യണം. ನನ್ನ ಅಕೌಂಟ್ ಇದು ಹಣ ಓವರ್ಫ್ಲೋ ಆಗ್ಬೇಕು, ತುಂಬಿ ಹರಿಬೇಕು. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ചെല്ലും. ಹಾಗಾದ್ರೆ ಬೇರೆಯವರಿಗೆ ಮುಟ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. പ്രാർത്ഥനകൾ മാറട്ടെ. ಪ್ರಾರ್ಥನೆಯ ರೀತಿ ಮಾರ್ಪಡಲಿ. എന്റെ കടം മാറണമെന്നുള്ള പ്രാർത്ഥനകൾ മാറട്ടെ. ನನ್ನ ಸಾಲ ಭಾರ ಇರುವ ಪ್ರಾರ್ಥನೆ ನೀಗಿಸ್ಲಿ ಎಂಬ ಪ್ರಾರ್ಥನೆ ಸ್ಟಾಪ್ ಆಗ್ಲಿ. പകരം ഓവർഫ്ലോ ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയിലേക്ക് വാ. ಇನ್ನು ಹರಿದು ಬರುವ ಪ್ರಾರ್ಥನೆ ಶುರು ಆಗಲಿ. പീലിപ്പോസിന്റെ പ്രാർത്ഥന നിർത്തണം. ಫಿಲಿಪೋಸ್ ಇದು ಪ್ರಾರ್ಥನೆ ನಿಲ್ಲಿಸಬೇಕು. ಅಲ್ಪ ಸ್ವಲ್ಪ. എന്നിട്ട് യേശുവിന്റെ പ്രാർത്ഥനയിലോട്ട് വരണം. ನೀವು ಯೇಸುವಿನ ಪ್ರಾರ್ಥನೆಯ ದಾರಿಗೆ ಬರಬೇಕು. യേശുവിന്റെ മനസ്സിലേക്ക് വരണം. ಯೇಸುವಿನ ಮನಸ್ಸಿರಬೇಕು. അവൻ കൊടുത്താൽ ಅವರು ಕೊಟ್ರೆ ശേഷിപ്പുണ്ടാകും. ಉಳಿತಾಯ ಇರುತ್ತದೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ശേഷിപ്പുകൾ ഉണ്ടാകട്ടെ. ಉಳಿತಾಯಗಳು ಇರಲಿ. 2025 ഏതെങ്കിലുമൊക്കെ എംടി വെസൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഫുള്ളാകട്ടെ. 2025 ಯಾವುದಾದ್ರೂ ಖಾಲಿ ಪಾತ್ರೆಗಳು ಇದ್ರೆ ಅದೆಲ್ಲ ತುಂಬಲ್ಪಡಲಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ഉൽപ്പത്തി ആദ്യം നമ്മൾ കാണുന്നത് ಜೆನೆಸಿಸ್ ಆದಿಕಾಂಡ ಪುಸ್ತಕದಲ್ಲಿ ആദ്യത്തെ അധ്യായങ്ങളിൽ കാണുന്നത് ಫಸ್ಟಿನ ಚಾಪ್ಟರ್ ಅಲ್ಲಿ ಕಂಡು ಬರುತ್ತದೆ, ഒരു നദി ഉണ്ടായിരുന്നു. ಒಂದೇ ಒಂದು ನದಿ ಹರಿತಿತ್ತು. ആ നദി ಆ ನದಿಯು 4 ശാഖകളായി പിരിഞ്ഞു. 4 ಶಾಖಗಳು ಬ್ರಾಂಚಸ್ ಆಗಿ ಹರಿದು ಬಂತು. 1 2 എന്നല്ല അവിടെ പറഞ്ഞത്. 1 2 ಅಂತ ಹೇಳಿದಲ್ಲ, മൾട്ടിപ്ലൈ ചെയ്തെന്നല്ല പറഞ്ഞത്. ಮಲ್ಟಿಪ್ಲೈ ಮಾಡಿದಂತ ಹೇಳಿಲ್ಲ. 1 4 1 4 ಶಾಖಗಳಾಗಿ ಹರಿದು ಬಂತು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ആമേൻ പറഞ്ഞ് അതിലേക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ಆಮೆನ್ ಅಂತ ಹೇಳಿ ಸ್ವೀಕರಿಸಿ ಪ್ರವಾದನೆಯನ್ನು. എന്റെ കയ്യിൽ ഒന്നുള്ളത് 4 ആകട്ടെ. ನನ್ನ ಕೈಯಲ್ಲಿರುವ 1 4 ಆಗಿ ಬರ್ಲಿ. ഒരു നദി ഉണ്ടായിരുന്നു. ಒಂದೇ ನದಿ ಇತ್ತು. ആ ഒരു നദിയിൽ ഒതുങ്ങിയില്ല. ಆ ಒಂದು ನದಿಯಲ್ಲಿ ಅಲ್ಲಿ ಸರಿಯಾಗಿ ಕಂಪ್ಲೀಟ್ ಆಗ್ಲಿಲ್ಲ. അവിടുന്ന് അത് 4 വേർപിരിഞ്ഞു. ಅಲ್ಲಿ ಅದು 4 ಆಗಿ ಬೇರ್ಪಡಿಸಿತ್ತು. 4 അത് ഒഴുകാൻ തുടങ്ങി. 4 ಆಗಿ ಅದು ಹರಿದು ತುಂಬಲ್ತಿತ್ತು. നിങ്ങളുടെ ഉള്ളത് അല്പമായിരിക്കും, അത് ഓവർഫ്ലോ ചെയ്യട്ടെ. ನಿಮ್ಮ ಕೈಯಲ್ಲಿ ಇರುವ ಅಲ್ಪ ಸ್ವಲ್ಪ ಅದು ತುಂಬಿ ಹರಿಯಲಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. 2026 കയറുമ്പോൾ 2026 ವರ್ಷಕ್ಕೆ ನಾವು ಹತ್ತುವಾಗ ഓവർഫ്ലോസ് നിങ്ങളെ കാത്തിരിക്കട്ടെ. ಎಲ್ಲ ಹರಿದು ಬರುವ ಎಲ್ಲದು ನಿಮ್ಮನ್ನು ಕಾದಿರಲಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അടുത്ത വാക്യം. ಇನ್ನೊಂದು ವಾಕ್ಯ. അന്ത്രയോസ് യേശുവിനോട് പറയാണ്, അന്ത്രയോസ് യേശുവിനോട്, ಅಂದ್ರ ಅವರು ಯೇಸುವಿನೋട് ಹೇಳ್ತಾನೆ, ഇവിടെ ഒരു ബാലകനുണ്ട്, ഇവിടെ ഒരു ബാലനുണ്ട്. ಇಲ್ಲಿ ಒಂದು ಬಾಲಕ ಇದ್ದಾನೆ. അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. ಅವನ ಕೈಯಲ್ಲಿ 5 ರೊಟ್ಟಿ ಹಾಗೂ 2 ಮೀನಿದೆ. ഇത് അവൻ പറഞ്ഞത് ഏത് രീതിയിലാ? ಅವನು ಹೇಳಿದ್ದು ಯಾವ ರೀತಿಯಲ್ಲಿ? ഈ വാക്യം 2 രീതിയിൽ സംസാരിക്കാം. ಈ ವಾಕ್ಯವನ್ನು 2 ರೀತಿಯಲ್ಲಿ ತೆಗಿಬಹುದು. ആദ്യം ഫിലിപ്പോസ് വന്ന അല്പ സ്വല്പം എന്ന് പറഞ്ഞിട്ട് പോയി. ಫಿಲಿಪೋಸ್ ಮೊದಲು ಬಂದು ಹೇಳಿ ಅಲ್ಪ ಸ್ವಲ್ಪ ಅಂತ ಹೇಳಿ ಹೋದ್ರು. അടുത്ത അന്ത്രയോസ് വരിക.
ನಂತರ ಆಂದ್ರೋಸ್ ಅವರು ಬಂದು ಹೇಳ್ತಾರೆ, യേശു വിചാരിച്ചു ഇവനിലെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ಆ ಯೇಸುವಿನಲ್ಲಿ ಏನಾದ್ರೂ ನಾವು ಎಕ್ಸ್ಪೆಕ್ಟ್. യേശു ചിന്തിക്കുക, ಯೇಸು ಚಿಂತೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ, പീലിപ്പോസോ ശരിയായില്ല, ಫಿಲಿಪೋಸ್ ಸರಿ ಇಲ್ಲ, ಹಾಗ ಆಂದ್ರೋಸ್ ಕೂಡ ಸ್ವಲ್ಪ ಬೆಟರ್ ಆಗಿರ್ಬೋದು ಅಂತ ಎನಿಸಿದ್ರು. അന്ത്രയോസ് വന്നിട്ട് പറയുക, ಆದ್ರೆ ಆಂದ್ರೋಸ್ ಅವರು ಹೀಗೆ ಹೇಳ್ತಾರೆ, ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ ಇಲ್ಲಿ ಬಾಲಕನ ಕೈಯಲ್ಲಿ 5 അപ്പവും 5 ರೊಟ್ಟಿ 2 മീനും ഉണ്ട്. 2 ಮೀನಿದೆ. അടുത്ത വാക്കാണ് പ്രശ്നം. ನೆಕ್ಸ್ಟ್ ವಾಕ್ಯವೇ ತೊಂದರೆಯಾಗಿದೆ. എന്ത് പറഞ്ഞേ? ಏನ್ ಹೇಳ್ತಾರೆ? എങ്കിലും ಆದರೂ ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ಇಷ್ಟು ಮಂದಿಗೆ ಇದು ಹೇಗೆ ಸಾಕಾಗುತ್ತದೆ? ಆದರೆ ಇಷ್ಟು ಜನರಿಗೆ എന്നാൽ അവൻ ഇങ്ങനെ പറയാമായിരുന്നു. ಆದ್ರೆ ಅವರು ಹೀಗೆ ಹೇಳ್ಬೋದಿತ್ತು, യേശുവേ ഇവിടെ ഒരു 5 അപ്പവും 2 മീനും ഉണ്ട്, ಇಲ್ಲಿ 5 ರೊಟ್ಟಿ 2 ಮೀನಿದೆ, അത്ഭുതം ചെയ്യാൻ ഇത് മതി, ಅದ್ಭುತ ಮಾಡ್ಲಿಕ್ಕೆ ಇಷ್ಟು ಸಾಕು ಯೇಸುವೇ. ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് 5000 പേർക്ക് കൊടുക്കാം, ಇದರಲ್ಲಿ 5000 ಮಂದಿಗೆ ಕೊಡಬಹುದು. ഇങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ, ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುತ್ತಿದ್ರೆ, വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞാനെ, ಒಳ್ಳೆ ಶಿಷ್ಯ ಅಂತ ಕರಿಬಹುದಿತ್ತು. പക്ഷെ അവൻ പറയാ, ಆದ್ರೆ ಅವನು ಹೇಳಿದ, ഇത് എന്തുള്ളൂ, ಇದು ಯಾವುದಕ್ಕೆ ಸಾಕಾಗುತ್ತದೆ? ನಿನ್ನೊಳಗೆ ಆ ದರ್ಶನ ಈಗ ಕೂಡ ಇದೆಯಾ? Still you have that vision in you. ಈಗ ಕೂಡ ನಿನ್ನೊಳಗೆ ಅಭಿಷೇಕವಿದೆಯೋ? ആ പ്രതികൂല സാഹചര്യത്തിനകത്തും, ಆ ಒಂದು ಕಷ್ಟದ ಸಮಯದಲ್ಲಿ, നിനക്കെതിരെ അപവാദങ്ങൾ വന്ന സമയത്തും, ನಿನಗೆ ಅಪಮಾನ ಬರುವ ಸಮಯದಲ್ಲಿ, നിനക്കെതിരെ അപവാദം വന്ന സമയത്തും, ನಿನ್ನ ಮೇಲೆ ಅಪವಾದ ಬಂದ ಸಮಯದಲ್ಲಿ, നിനക്കെതിരെ ക്വസ്റ്റ്യൻ മാർക്കുകൾ വന്ന സമയത്തും, ನಿಮ್ಮೊಳಗೆ ತೊಂದರೆಗಳು ಸುತ್ತಾಡುವ ಟೈಮ್, നിനക്കെതിരെ ಕ್ವಶ್ಚನ್ ಮಾರ್ಕ್ಗಳು വന്ന സമയത്തും, ನಿನ್ನ ಎದುರಿಗೆ ಪ್ರಶ್ನೆ ಚಿಹ್ನೆಗಳು ಬಂದ ಟೈಮಲ್ಲಿ ಕೂಡ, പ്രതികൂലത്തിന്റെ നടുവിൽ നീ നിന്നപ്പോഴും, ಆ ಒಂದು ತೊಂದರೆ ನಡುವಿನಲ್ಲಿ ನಿಂತರೂ ಕೂಡ, നിന്റെ അകത്ത ദർശനം നീ കൈവിട്ടിട്ടില്ലേ? ನಿನ್ನ ಒಳಗಿರೋ ದರ್ಶನವನ್ನು ನೀ ಕೈ ಬಿಡ್ಲಿಲ್ವಾ? നിന്റെ അകത്ത വെളിപ്പാട് നീ കൈവിട്ടിട്ടുണ്ടോ? ನಿನ್ನ ಒಳಗಿರುವ ಆ ಒಂದು ರೆವಲೇಷನ್ ಪ್ರಕಟಣೆ ನೀನು ಕೈ ಬಿಟ್ಟಿದೆಯೋ? നിന്റെ അകത്തുള്ള ദർശനം നീ കൈവിട്ടോ? ನಿನ್ನ ಒಳಗಿರುವ ದರ್ಶನವನ್ನು ನೀನು ಕೈ ಬಿಟ್ಟಿಯೋ? ആ ദർശനം ഇപ്പോഴും നിന്റെ അകത്തുണ്ടോ? ಆ ದರ್ಶನ ನಿನ್ನ ಒಳಗೆ ಈಗ ಕೂಡ ಇದೆಯೋ? What you are carrying, ನೀನು ಏನು ಹೊತ್ತು ನಡೀತಿದೆಯೋ? നീ എന്താണ് ക്യാരി ചെയ്യുന്നത്? ನೀನು ಏನು ಹೊತ್ತು ನಡೆದುಕೊಂಡು ಹೋಗ್ತಿದೆಯೋ? നിനക്കെതിരെ വന്ന അപവാദമാണോ നീ ക്യാരി ചെയ്യുന്നത്? ನಿನಗಿರುವ ಅಪವಾದವನ್ನು ನೀನು ಹೊತ್ತುಕೊಂಡು ಹೋಗ್ತಿದೆಯೋ? കാരണം അപവാദം നിന്റെ അകത്ത് വന്നാൽ നിന്റെ അകം മുറിവേൽക്കും. ನಿನ್ನ ಒಳಗೆ ಅಪವಾದ ಬಂದ್ರೆ ಅದು ನಿನ್ನ ಒಳಗಿರುವ ಆತ್ಮ ಮುರಿಯಲ್ಪಡುತ್ತದೆ. നീ എന്താ കൊണ്ടു നടക്കുന്നേ? ನೀನು ಏನು ಹೊತ್ತುಕೊಂಡು ಹೋಗ್ತಿದೆಯೋ? നിനക്കെതിരെ പറഞ്ഞ അപവാദങ്ങളെയാണോ നീ ക്യാരി ചെയ്യുന്നേ? ನಿನ್ನ ಎದುರಿಗೆ ಬಂದ ಅಪವಾದಗಳನ್ನು ನೀನು ಹೊತ್ತುಕೊಂಡು ನಡೀತಿದೆಯೋ? അതോ നീ കേട്ട പ്രവചന ശബ്ദങ്ങളെയാണോ നീ കൊണ്ടു നടക്കുന്നേ? ಆದರೆ ನೀನು ಕೇಳುವ ಪ್ರವಾದನೆ ಶಕ್ತಿಯನ್ನು ನೀನು ಹೊತ್ತುಕೊಂಡು ಹೋಗ್ತಿದೆಯೋ? ഈ ലോകത്തിലൂടെ നടക്കുമ്പോൾ, ಈ ಲೋಕದಲ್ಲಿ ನಡೆಯುವಾಗ, ഈ വേൾഡിലൂടെ നടക്കുമ്പോൾ, ಈ ಪ್ರಪಂಚದಲ್ಲಿ ನಡೆಯುವಾಗ, വേൾഡ് ആണോ നിന്റെ അകത്ത്? ಈ ಪ್ರಪಂಚವೇ ನಿನ್ನ ಒಳಗಿದ್ರೆ, അതോ വേർഡ് ಆಣೋ ನಿന്റെ ಅಗತ್ತು? ಆ ಪ್ರಪಂಚವ ಅಥವಾ ಆ ವಾಕ್ಯವ ನಿನ್ನ ಒಳಗಿದೆಯಾ? ഹല്ലേലൂയ, ಹಾಲೆಲೂಯ. അപവാദങ്ങൾ വന്നുകൊണ്ടിരിക്കും, ಅಪವಾದಗಳು ಬಂತಾ ಇರ್ತದೆ, മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. ಈ ಮುರಿವು ನಿಮ್ಮೊಳಗೆ ಬರ್ತಾ ಇರ್ತದೆ. കഴിഞ്ഞ ദിവസങ്ങളിലും എന്നെ മുറിവേൽപ്പിച്ചു. ಹೋದ ದಿನಗಳಲ್ಲಿ ಕೂಡ ನನ್ನ ಒಳಗೆ ಮುರಿವು ಬಂತು. അത്ര സ്നേഹിച്ചവർ, ಅಷ್ಟು ಪ್ರೀತಿ ಮಾಡುವವರು വലിയ അപവാദങ്ങൾ പറഞ്ഞു, ದೊಡ್ಡ ದೊಡ್ಡ ಅಪವಾದಗಳು ಹೇಳಿದರು. അത് മുറിവേൽപ്പിച്ചു. ಅದು ನನಗೆ ಮುರಿವು ತಂದಿತ್ತು. വേദന എൻ്റെ അകത്തുണ്ട്, ನೋವು ನನ್ನ ಒಳಗಿದೆ. പക്ഷെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, ಆದ್ರೆ ನಾನು ಮುಂದೆ ನಡೆಯುವಾಗ ഈ മുറിവുമായിട്ടല്ല ഞാൻ പോകുന്നത്. ಈ ಮುರುವಿನ ಹೃದಯ ಮನಸ್ಸಿನಲ್ಲಿ ಹೋಗುವುದಲ್ಲ. ನಾನು കേട്ട അപവാദവുമായിട്ടല്ല ഞാൻ മുമ്പോട്ട് ನಾನು പോകുന്നത്. ಕೇಟ ಅಪವಾದಗಳನ್ನು ಹಿಡಿದುಕೊಂಡು ನಾನು ಹೊತ್ತುಕೊಂಡು ನಡೆಯುವುದಿಲ್ಲ. ഞാൻ കൊണ്ടു നടക്കുന്നത് ഞാൻ കേട്ട ദർശനങ്ങളാണ്. ನಾನು ಹೊತ್ತುಕೊಂಡು ಹೋಗುವುದು ನಾನು ಕೇಳಿದ ದರ್ಶನಗಳಾಗಿದೆ. ഞാൻ കേട്ട പ്രവചന വാക്കുകളാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ನಾನು ಕೇಳಿದ ಪ್ರವಾದನೆ ಮಾತುಗಳನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗ್ತಾ ಇದ್ದೇನೆ. അപവാദം പറഞ്ഞ വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ,
ಅಪವಾದ ಹೇಳಿದ ವ್ಯಕ್ತಿ ನನ್ನನ್ನು ಕೇಳುವುದಾದರೆ, നിങ്ങളെ ഞാൻ ഒത്തിരി സ്നേഹിച്ചിരുന്നു, ನಾನು ನಿಮ್ಮನ್ನು ತುಂಬಾ ಪ್ರೀತಿಸ್ತಿದ್ದೆ. ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ വാക്കുകൾ, ഒറ്റ സെന്റൻസ് ഞാൻ പറഞ്ഞു, ನಾನು ಅವರಿಗೆ ಒಂದೇ ಒಂದು ವಾಕ್ಯ ಹೇಳಿದೆ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല, ನಾನು ಯಾರಂತ ನಿಮ್ಗೆ ಗೊತ್ತಿಲ್ಲ, അത് ദൈവം തെളിയിക്കും. ಅದು ದೇವರು ನಿಮ್ಗೆ ತೋರಿಸಲ್ಪಡುತ್ತದೆ. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും, ದೇವರು ನನಗೋಸ್ಕರ ನಿಮ್ಮ ಹತ್ರ ಮಾತಾಡ್ತಾರೆ, ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. ದೇವರು ನಮಗೋಸ್ಕರ ಕೆಳಗೆ ಇಳಿದು ಬಂದು ಪ್ರವರ್ತಿಸುತ್ತಾರೆ. അവൻ തീ ഇറക്കി കാണിക്കണമെങ്കിൽ തീ ഇറക്കി കാണിക്കും. ಬೆಂಕಿಯನ್ನು ಇಳಿದು ತರಿಸಬೇಕಾದ್ರೆ ಬೆಂಕಿಯನ್ನು ಇಳಿದು ತರಿಸ್ತಾರೆ. അവൻ മഴ പെയ്ത് കാണിക്കണമെങ്കിൽ മഴ പെയ്ത് കാണിക്കും. ಮಳೆ ಬಂದು ತೋರಿಸಬೇಕಾದ್ರೆ ಮಳೆ ಇಳಿದು ತೋರಿಸ್ತಾರೆ. അവൻ ചെങ്കടലിൽ വഴി തുറന്ന് കാണിക്കണമെങ്കിൽ വഴി തുറന്ന് കാണിക്കും. ಆ ಕಡಲಿನಲ್ಲಿ ಅವರು ದಾರಿ ಓಪನ್ ಮಾಡಿ ಅವರು ತೋರಿಸ್ತಾರೆ. കേൾക്കുന്ന അപവാദങ്ങളുടെ പിറകെ പോകരുത്. ಕೇಳುವ ಅಪವಾದಗಳ ಹಿಂದೆ ನೀವು ಹಿಂದೆ ಹೋಗಬೇಡಿ. മറുപടി പറയാൻ പോകരുത്. ನೀನು ಅದಕ್ಕೆ ಉತ್ತರ ಕೊಡ್ಲಿಕ್ಕೆ ಹೋಗಬೇಡಿ. അത് നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയും. ಅದು ನಿಮ್ಮ ಅಭಿಷೇಕವನ್ನು ಸೋರಿ ಹೋಗುತ್ತದೆ. Be still ಸೈಲೆಂಟ್ ಆಗಿರಿ. and know your God. ನಿಮ್ಮ ದೇವರನ್ನು ನೀವು ಅರಿತುಕೊಳ್ಳಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നീ എന്താ ക്യാരി ചെയ്യുന്നത്? ನೀನು ಏನು ಹೊತ್ತುಕೊಂಡು ಹೋಗಬೇಕು? നിന്റെ നോവുകളാണോ നീ ക്യാരി ചെയ്യുന്നത്? ನಿಮ್ಮ ನೋವುಗಳನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗ್ತೀರಾ? അതോ നിന്റെ അകത്തുണ്ടായ ദർശനങ്ങളാണോ? ಅಥವಾ ನಿಮ್ಮ ಒಳಗಿರುವ ದರ್ಶನಗಳನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗ್ತೀರಾ? എനിക്കൊരു ദർശനമുണ്ട്. ನನಗೆ ಒಂದು ದರ್ಶನವಿದೆ. അത് 10 സെന്റിനകത്തൊരു ചർച്ച് പണിയുക എന്നുള്ളതല്ല. 10 ಸೆಂಟಿನೊಳಗೆ ನಾನು ಒಂದು ಸಭೆಯನ್ನು ಕಟ್ಟುವುದಲ್ಲ. ഏക്കർ കണക്കിന് ലാൻഡിനകത്ത് ചർച്ച് കെട്ടും. ಏಕರೆಗಳ ಭೂಮಿಯನ್ನು ಖರೀದಿಸಲಿಕ್ಕೆ. അതാണ് അകത്ത് തന്ന ദർശനം. ಅದು ನನಗೆ ಒಳಗಿರುವ ಬಂದಿರುವ ದರ್ಶನವಾಗಿದೆ. അതാ ഞാൻ കേട്ട പ്രൊഫറ്റിക്കൽ വേർഡ്. ಅದು ನಾನು ಕೇಳಿರುವ ಪ್ರವಾದನೆ ಆಗಿದೆ. ഞാൻ അതിനെ ക്യാരി ചെയ്താ പോകുന്നത്. ನಾನು ಅದನ್ನು ಹೊತ್ತುಕೊಂಡು ಮುಂದೆ ಸಾಗುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നിന്റെ അകത്ത് എന്തുണ്ട്? ನಿನ್ನ ಒಳಗೆ ಏನಿದೆ അതിനെ ദൈവം മൾട്ടിപ്ലൈ ചെയ്യും. ಅದನ್ನು ದೇವರು ಮಲ್ಟಿಪ್ಲೈ ಮಾಡಿ ಕೊಡ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവം നോക്കുക. ದೇವರು ನೋಡ್ತಾ ಇದ್ದಾರೆ. ഒരു വിധവയുടെ വീട്ടിലെ കലത്തിലെ മാവ്, അല്പം മാവുണ്ടായിരുന്നു. ಆ ವಿಧವೆಯ ಮನೆಯಲ್ಲಿ ಆ ಪಾತ್ರೆಯಲ್ಲಿ ಸ್ವಲ್ಪ ಹಿಟ್ಟಿತ್ತು. അതിനെ വർദ്ധിപ്പിച്ചേ. ಅದನ್ನು ವರ್ಧಿಸಿದ್ರು. അല്പമാവേ ഉള്ളായിരുന്നു. ಅದು ಸ್ವಲ್ಪ ಮಾತ್ರ ಹಿಟ್ಟಿತ್ತು. പക്ഷെ അതിനെ വർദ്ധിപ്പിച്ചു. ಅದನ್ನು ವರ್ಧಿಸಿದ್ರು. അവിടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല. ಅವರ ಆ ಪಾತ್ರೆಯಲ್ಲಿರೋ ಹಿಟ್ಟು ಮುಗಿಯಲಿಲ್ಲ. ഭരണിയിലെ എണ്ണ വറ്റിപ്പോയില്ല. ಯಾವ ಆ ಭರಣಿಯಲ್ಲಿ ಅದು ಕೂಡ ಡ್ರೈ ಆಗ್ಲಿಲ್ಲ. ആ എണ്ണ ഓവർഫ്ലോ ആയി. ಆ ಎಣ್ಣೆ ಕೂಡ ಅದು ಹರಿದು ತುಂಬಲ್ಪಟ್ಟಿತ್ತು. അത് അനേക എംപ്റ്റി വെസൽസുകളെ നിറച്ചു. ಅದು ತುಂಬಾ ಖಾಲಿಯಾದ ಪಾತ್ರೆಗಳನ್ನು ತುಂಬಲ್ಪಟ್ಟಿತ್ತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഒരു ബാലൻ ಒಂದು ಬಾಲಕ അല്പം അപ്പവുമായിട്ട് വന്നു. ಸ್ವಲ್ಪ ರೊಟ್ಟಿಯನ್ನು ಹಿಡಿದುಕೊಂಡು ಬಂದಿದ್ದ. ആ അപ്പം അത്രയും ജനത്തിന് സാക്കാകില്ല. ಇಷ್ಟು ಸ್ವಲ್ಪ ರೊಟ್ಟಿ ಇಷ್ಟು ಜನರಿಗೆ ಸಾಕಾಗೋದಿಲ್ಲ. എന്നിട്ടും ಆದರೂ ಕೂಡ കർത്താവ് അവനെ ലൊക്കേറ്റ് ചെയ്തു. ದೇವರು ಅವರನ್ನು ಕಂಡು ಹಿಡಿದರು. ಹಲ್ಲೆಲೂಯ. നിന്റെ അകത്ത് അല്പം വിഷൻ ഉണ്ടെങ്കിൽ, ನಿನ್ನ ಒಳಗೆ ಸ್ವಲ್ಪ ದರ್ಶನವಿದ್ರೆ, നിന്റെ അകത്ത് അല്പ വെളിപ്പാടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഒന്നുമില്ലാത്തടത്ത് നിന്നും ಏನು ಇಲ್ಲದ ಇರುವ ಅವಸ್ಥೆಯಿಂದ അവൻ നമ്മളെ വർദ്ധിപ്പിക്കും. ಅಲ್ಲಿಂದ ನಮ್ಮನ್ನು ವರ್ಧಿಸ್ತಾರೆ. എവിടെയാ നിങ്ങൾക്ക് കുറവുള്ളത്? ನಿಮ್ಗೆ ಎಲ್ಲಿ ಕೊರತೆ ಇದೆ ആ കുറവുകളുടെ മേൽ അവൻ ഇറങ്ങി വരും. ಆ ಕೊರತೆಯ ಏರಿಯಾದಲ್ಲಿ ದೇವರು ಇಳಿದು ಬರುತ್ತಾರೆ. ಹಲ್ಲೆಲೂಯ. ഹസ്ബൻഡും വൈഫും തമ്മിൽ സ്നേഹക്കുറവുണ്ടോ? ಗಂಡ ಹೆಂಡತಿ ಅವರ ನಡುವೆ ಪ್ರೀತಿ ಇಲ್ಲದಿದ್ದರೆ അവിടെ അത് വർദ്ധിപ്പിക്കാൻ അവൻ ഇറങ്ങി വരും. ಅಲ್ಲಿ ಅವರಿಗೆ ವರ್ಧಿಸುವ ದೇವರಾಗಿದ್ದಾರೆ. നിന്റെ ഫൈനാൻസിനകത്ത് കുറവുണ്ടോ? ನಿನ್ನ ಸಂಪತ್ತಿನ ವಿಷಯದಲ್ಲಿ ಕೊರತೆ ಇದೆಯಾ? അവിടെ അവൻ ഇറങ്ങി വരും. ಅಲ್ಲಿ ಅವರು ಇಳಿದು ಬರುತ್ತಾರೆ. അവൻ അതിനെ വർദ്ധിപ്പിക്കും. ಅವರು ಅದನ್ನು
ವರ್ತಿಸುತ್ತಾರೆ. നിന്റെ അഭിഷേകം അല്പമേ ഉള്ളോ, ನಿನ್ನ ಅಭಿಷೇಕ ಸ್ವಲ್ಪ ಇದ್ರೆ അതിനെ അവൻ വർദ്ധിപ്പിക്കും. ಅದನ್ನು ಅವರು ವರ್ತಿಸುತ್ತಾರೆ. നിന്റെ വെളിപ്പാടുകളെ അവൻ വർദ്ധിപ്പിക്കും. ನಿಮ್ಮ ಪ್ರಕಟಣೆಯನ್ನು ವರ್ತಿಸುತ್ತಾರೆ. വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തെ ವರ್ತಿಸುವ ದೇವರು ബൈബിൾ നമ്മൾ കാണുന്നത്. ಆ ಪವಿತ್ರ ಗ್ರಂಥದಲ್ಲಿ ನಾವು ಕಾಣುತ್ತೇವೆ. അങ്ങനെ കാണാൻ നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ. ಆ ಒಂದು ವರ್ತಿಸುವ ದೇವರನ್ನು ಕಾಣುವ ಕಣ್ಣು ನಿಮ್ಮಲ್ಲಿ ತೆರೆಯಲಿ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. യേശു പറഞ്ഞു എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു. ಯೇಸು ಹೇಳಿದ್ರು ಎಲ್ಲರೂ ಕೂತ್ಕೊಳ್ಳಿರಿ. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി ಆ ರೊಟ್ಟಿಯನ್ನು ಹಿಡಿದು ಒಬ್ಬ ಸ್ತುತಿಸಿದ್ರು. ഇരുന്നവർക്ക് ഇഷ്ടം പോലെ കൊടുത്തു. ಕೂತ್ಕೊಂಡವರಿಗೆ ಎಲ್ಲರಿಗೆ ಕೊಟ್ರು. 12ാമത്തെ വാക്യം. 12ನೇ ವಾಕ್ಯ വാച്ച്. അവർക്ക് തൃപ്തിയാക മേലെ. ആർക്ക്? ജനക്കൂട്ടത്തിന്, ಜನರಿಗೆ ತೃಪ್ತಿ ಆಗುವ ಹಾಗೆ. ಜನರಿಗೆ ತೃಪ್ತಿ ಆಯಿತು. ಅಲ್ಲಿ ಸೇರಿದ ಜನರ ಗುಂಪಿಗೆ ತೃಪ್ತಿ ಆಯಿತು. നിങ്ങൾ ഒരു ഇന്റർവ്യൂ നടത്തിയാൽ, ನೀವೊಂದು ಇಂಟರ್ವ್ಯೂ ನಡೆಸುವುದಾದ್ರೆ ഈ അപ്പം കഴിച്ച മീൻ കഴിച്ച ജനങ്ങളുടെ അടുത്തേക്ക് മൈക്ക് വായിച്ചാലും ಈ ರೊಟ್ಟಿ ಮತ್ತು ಮೀನು ತಿಂದವರಿಗೆ ಮೈಕ್ ಕೊಡಬೇಕು. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ನೀವು ಇದರ ಬಗ್ಗೆ ಏನು ಹೇಳ್ತೀರಾ? അവരെല്ലാം പറയും ഞങ്ങൾ തൃപ്തിയായി. ಅವ್ರೇನ್ ಹೇಳ್ತಾರೆ? ನಮ್ಗೆಲ್ಲರಿಗೂ ತೃಪ್ತಿ ಆಯಿತು. പക്ഷെ ഇതേ ಮೈಕನ್ನು ಶಿಷ್ಯന്മാരുടെ കയ്യിൽ കൊടുക്കണം. ಶಿಷ್ಯರ ಕೈಯಲ್ಲಿ ಕೊಟ್ಟಾಗ അവരെന്ത് പറയും? ಅವರು ಏನು ಹೇಳ್ತಾರೆ? ಉಳಿತಾಯ ಬಂದಿದೆ. അല്ലല്ല, ആഹാരം കഴിച്ച ശേഷമാണിത് ഡയലോഗ് നടക്കുന്നത്. ಊಟ ಮಾಡಿದ ಮೇಲೆ ಕೊಡ್ತಾರೆ ಅವ್ರಿಗೆ. ജനക്കൂട്ടം കഴിച്ചപ്പോൾ ശിഷ്യന്മാരും കഴിച്ചു. ಜನರು ಗುಂಪಿನವರು ತಿಂದಾಗ ಶಿಷ್ಯರು ಕೂಡ ತಿಂದ್ರು. അവർക്കും തൃപ്തിയായി. ಅವರಿಗೆ ಕೂಡ ತೃಪ್ತಿ ಆಯ್ತು. പക്ഷെ ജനക്കൂട്ടത്തോട് ചോദിച്ചാൽ, ಜನರ ಗುಂಪಿಯವ್ರ ಹತ್ರ ಕೇಳಿದ್ರೆ അവർ പറയും തൃപ്തിയായി. ಅವ್ರು ಹೇಳ್ತಾರೆ ತೃಪ್ತಿ ಆಯ್ತು. എന്നാൽ ശിഷ്യന്മാരോട് ചോദിച്ചാൽ, ಆದ್ರೆ ಶಿಷ್ಯರೊಡನೆ ಕೇಳಿದ್ರೆ അവർ പറയും ഞങ്ങൾക്ക് തൃപ്തിയായി എന്ന് മാത്രമല്ല, ಅವ್ರು ತೃಪ್ತಿ ಆಯ್ತು ಅಂತ ಹೇಳೋದು ಮಾತ್ರವಲ್ಲ, ഞങ്ങളിപ്പോൾ ചുമക്കുന്നത് ശേഷിപ്പാണ്. ನಮ್ಮಲ್ಲಿ ಹೊತ್ತುಕೊಂಡಿರುವ ಉಳಿತಾಯ ಕೂಡ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഞങ്ങൾ ശേഷിപ്പുമായി നടക്കുകയാണ്. ನಾವು ಉಳಿತಾಯ ತುಂಬಲ್ ಹರಿಯುವ ವ್ಯಕ್ತಿಗಳಾಗಿದ್ದಾರೆ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ಈಗ ನಿಮ್ಗೆ ಅರ್ಥ ಆಗ್ತಾ ಉಂಟಾ? ജനക്കൂട്ടത്തിന് തൃപ്തി വരത്തതേ ഉള്ളൂ. ಜನರ ಗುಂಪಿಗೆ ತೃಪ್ತಿ ಬಂದ್ರೆ ಸಾಕು. നോ, സാധാരണ ಜನರಿಗೆ തൃപ്തി വരത്തതേ ഉള്ളൂ. ಅವರಿಗೆ ತೃಪ್ತಿ ಸಹ ಆಗುದಿಲ್ಲ. ತೃಪ್ತಿ ಬರ್ತದಷ್ಟೇ. തൃപ്തി വരത്തതಷ್ಟേ. സാധാരണ ജനങ്ങൾക്ക് തൃപ്തി വരത്തതಷ್ಟേ. ಸಾಧಾರಣ ಜನರಿಗೆ ತೃಪ್ತಿ ಬರ್ತದಷ್ಟೇ. പക്ഷേ ശിഷ്യന്മാർക്ക്, ಆದ್ರೆ ಶಿಷ್ಯರಿಗೆ ಉಳಿತಾಯ. എത്ര ശിഷ്യന്മാർ ഇതിനകത്തുണ്ട്? ಎಷ್ಟು ಶಿಷ್ಯರು ಇದರೊಳಗಿದ್ದಾರೆ? സാധാരണ ജനമായി വന്നു പോകരുത്. ಸಾಧಾರಣ ಜನರಾಗಿ ಬಂದು ಹೋಗಬೇಡಿ. നിങ്ങൾ തൃപ്തരാകുമായിരിക്കാം, ನೀವು ತೃಪ್ತರಾಗಿರ್ಬೋದು, പക്ഷെ ശേഷിപ്പ് കാണത്തില്ല. ಆದ್ರೆ ಉಳಿತಾಯ ಕಾಣುವುದಿಲ್ಲ. സാധാരണ ജനങ്ങൾ തിന്ന് തൃപ്തരായി അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ಸಾಧಾರಣ ಜನರು ತಿಂದು ಅವರು ತೃಪ್ತರಾಗಿ ವಾಪಸ್ ಹೋಗ್ತಾರೆ. പോകുന്ന വഴിയിൽ, ಹೋಗುವ ದಾರಿಯಲ್ಲಿ ചിലർ വിശന്ന് അവിടെ കിടക്കുക. ಕೆಲವರು ಹಸಿವಾಗಿ ಕೂತ್ಕೊಂಡಿದ್ದಾರೆ. എന്തു ചെയ്യും? ಏನ್ ಮಾಡ್ತೀರಾ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ಏನ್ ಮಾಡ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ. പറയും, സിസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. ನಾವೇನ್ ಹೇಳ್ತೇವೆ? ಪ್ರಾರ್ಥಿಸ್ತೇವೆ. ഞങ്ങൾ ഫുള്ളായിട്ടിരിക്കുക, ನಾವು ಫುಲ್ ಆಗಿದ್ದೇವೆ, ನಿಮ್ಗೋಸ್ಕರ ಪ್ರಾರ್ಥಿಸ್ತೇವೆ. വയറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റൂ? ಹೊಟ್ಟೆಯಿಂದ ತೆಗೆದು ಕೊಡಬಹುದಾ? പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ಆದ್ರೆ ಸ್ವಲ್ಪ ಹೊತ್ತ ನಂತರ ശിഷ്യന്മാർ വരികയാണ്. ಶಿಷ್ಯರು ಬರ್ತಾರೆ. ഓരോ ശിഷ്യന്റെ മേലും ಒಬ್ಬೊಬ್ಬರು ಶಿಷ್ಯರ ಮೇಲೆ ഓരോ ബാസ്കറ്റ് അപ്പം ಕೊಟ್ಟಿಗೆ ಇರ್ತದೆ, ಉಳಿತಾಯದ ಕೊಟ್ಟಿಗೆ. ഇതിങ്ങനെ വരുമ്പോൾ, ಇದು ಈ ರೀತಿಯಲ್ಲಿ ಬರುವಾಗ വിശക്കുന്നവരവിടെ കിടക്കുകയാണ്. ಹಸಿವಿದ್ದವರು ಅಲ್ಲಿದ್ದಾರೆ. ശിഷ്യന്മാർ അവർ തലയിരുന്ന ആ ബാസ്കറ്റ് താഴെ വെച്ചിട്ട് ಅವರು ತಲೆ ಮೇಲೆ ಇರುವ ಬಾಸ್ಕೆಟ್ ಅನ್ನು ಕೆಳಗಿಟ್ಟುಕೊಂಡು അതിൽ നിന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. ಆದ್ದರಿಂದ ರೊಟ್ಟಿಯನ್ನು ತೆಗೆದು ಅವರಿಗೆ ಕೊಡುತ್ತಾರೆ. ശേഷിപ്പ് വേണോ? ಉಳಿತಾಯ ಬೇಕೋ? നിങ്ങൾക്ക് അനുഗ്രഹമാകാൻ പറ്റും. ನಿನ್ಗೆ ಬೇರೆಯವರಿಗೆ ಆಶೀರ್ವಾದ ಆಗಬಹುದು.
തിന്ന് തൃപ്തരായി വീട്ടിൽ പോയിരിക്കാനല്ല. ತಿಂದು ತೃಪ್ತರಾಗಿ ಸೀದಾ ಮನೆಗೆ ಹೋಗಿ ಮಲಗೋರಲ್ಲ. നിങ്ങൾ തൃപ്തരായി, ശരിയാ. ನೀವು ತೃಪ್ತರಾಗಿದ್ದೀರಿ, ಸರಿ. നിങ്ങൾ പറയുന്നുണ്ട് നല്ല വചനമാണ്, വെളിപ്പാടാണ്. ನೀವು ಹೇಳ್ತೀರಿ ಒಳ್ಳೆ ಪ್ರವಾದನೆ ಆಗಿದೆ, ಒಳ್ಳೆ ವಾಕ್ಯವಾಗಿದೆ, ഞങ്ങൾക്ക് നല്ലൊരു പാസ്റ്ററെ കിട്ടി, ನನಗೆ ಒಳ್ಳೆ ಪಾಸ್ಟರ್ ಸಿಕ್ಕಿದೆ ಅಂತ ಹೇಳ್ತೀರಿ, നല്ലൊരു സഭയെ കിട്ടി, ಒಳ್ಳೆ ಸಭೆ ಸಿಕ್ಕಿದೆ ಅಂತ ಹೇಳ್ತೀರಿ. പക്ഷെ വിശപ്പുള്ളവർ പുറത്ത് കിടക്കുക. ಆದ್ರೆ ಹಸಿವಿದ್ದವರು ಹೊರಗೆ ಕೂತ್ಕೊಂಡಿದ್ದಾರೆ. ആത്മീയ വിശപ്പുള്ളവർ, ಆತ್ಮಿಕವಾಗಿ ಹಸಿವಿದ್ದವರು, ദാഹമുള്ളവർ, ದಾಹಿಸುವರು, അവർ അത് ആഗ്രഹിച്ച് കിടക്കുന്നവർ വെളി കിടക്കുക. ಅವರು ಹೊರಗೆ ಕೂತ್ಕೊಂಡು ಅದನ್ನು ಆಶಿಸಿ ಕೂತ್ಕೊಳ್ತಾ ಇದ್ದಾರೆ. അവർക്ക് കൊടുക്കണമെങ്കിൽ ಅವರಿಗೆ ಕೊಡ್ಬೇಕಾದ್ರೆ നിങ്ങൾ തൃപ്തരായ പോരാ. ನೀವು ತೃಪ್ತಿಪಡಿಸಿ, ನೀವು ತೃಪ್ತರಾದ್ರೆ ಸಾಕಾಗುದಿಲ್ಲ, നിങ്ങൾ ചുമക്കാൻ തയ്യാറാകണം. ನೀವು ಅದನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗುವರಾಗಿರ್ಬೇಕು. ചുമക്കുന്നത് ഈസി അല്ല. ಅದು ಹೊತ್ತುಕೊಂಡು ಹೋಗುದು ಸುಲಭವಲ್ಲ. കഴുത്തൊക്കെ വേദനിക്കും, ಹೆಗಲೆಲ್ಲ ಸ್ವಲ್ಪ ನೋವಾಗುತ್ತೆ, കൈ കഴയ്ക്കും, ಕಾಯೆಲ್ಲ ನೋವಾಗುತ್ತೆ. വേറൊരുത്തിനു വേണ്ടിയാ നീ ചുമക്കുന്നത്. ನೀ ಬೇರೆಯವರಿಗೋಸ್ಕರ ನೀನು ಹೊತ್ತುಕೊಂಡು ಹೋಗ್ತಿದೀಯಾ. നിന്റെ വയറ് നിറഞ്ഞു, ನಿನ್ನ ಹೊಟ್ಟೆ ತುಂಬಿದೆ, നിനക്ക് വേണേ ഈസി ആയിട്ട് കൈ വീശി പോകാം, ನಿನಗೆ ಒಳ್ಳೆ ಸರಳವಾಗಿ ಮನೆಗೆ ಹೋಗಬಹುದು. പക്ഷെ നിനക്ക് വേറൊരാളെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ, ನಿನಗೆ ಬೇರೆಯವರ ಬಗ್ಗೆ ಚಿಂತೆ ಇದ್ರೆ നിന്റെ കൈയും കഴുത്തും തലയൊക്കെ വേദനിക്കേണ്ടി വരും. ತಲೆ, ಹೆಗಲು, ಕೈ ಎಲ್ಲ ನೋವಾಗುತ್ತೆ. പക്ഷെ നീ ഒരു അനുഗ്രഹമാവും. ನೀ ಒಂದು ಆಶೀರ್ವಾದವಾಗಿ ಮಾರ್ಪಡ್ತೀಯಾ. അവർ നിന്നെ ഒരിക്കലും മറക്കില്ല. ಅವರು ನಿನ್ನನ್ನು ಎಂದಿಗೂ ಮರೆಯುವುದಿಲ್ಲ. ഞാൻ രക്ഷയിലേക്ക് വന്നിട്ട് 27 വർഷത്തോളമായി. ನಾನು ರಕ್ಷಣೆ ಹೊಂದಿ 27 ವರ್ಷವಾಗಿತ್ತು. ഇന്നും ಇವತ್ತು എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയെ ഞാൻ മറന്നിട്ടില്ല. ನನ್ನನ್ನು ಈ ರಕ್ಷಣೆಗೆ ತಂದ ವ್ಯಕ್ತಿಗಳನ್ನು ನಾನು ಮರೆಯುವುದಿಲ್ಲ. ഒരു വ്യക്തി, ಒಂದೇ ವ್ಯಕ್ತಿ, ആ വ്യക്തിയെ ഞാൻ മറന്നിട്ടില്ല. ಆ ವ್ಯಕ್ತಿ ನಾನು ಇವತ್ತಿನವರೆಗೆ ಮರೆಯಲಿಲ್ಲ. ഞാൻ കാണുന്നില്ല ആ വ്യക്തിയെ, ಆ ವ್ಯಕ್ತಿಯನ್ನು ನಾನು ಕಾಣ್ತಾ ಇಲ್ಲ. 20 വർഷമായിട്ട് കാണുന്നില്ല. 20 ವರ್ಷದಿಂದ ನಾನು ನೋಡ್ಲಿಲ್ಲ ಅವರನ್ನು. ഞങ്ങൾ തമ്മിൽ ഫോൺ കോണ്ടാക്ട് ഇല്ല, ಫೋನ್ ಸಹ ಕಾಂಟ್ಯಾಕ್ಟ್ ಇಲ್ಲ, ഒന്നുമില്ല. ಏನಿಲ್ಲ. പക്ഷെ ആ വ്യക്തിയെ ഞാൻ മറന്നിട്ടില്ല. ಆ ವ್ಯಕ್ತಿಯನ್ನು ನಾನು ಮರೆಯಲಿಲ್ಲ. ഇത്ര വലിയ രക്ഷ എനിക്ക് തന്നൊരു വ്യക്തി, ಇಷ್ಟು ದೊಡ್ಡ ರಕ್ಷಣೆಗೆ ನನ್ನನ್ನು ತಂದಿದ ಆ ವ್ಯಕ್ತಿಯನ್ನು, അയാൾ എടുത്തൊരു പെയിനാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ಆ ಜನ ತೆಗ್ದ ನೋವುಗೋಸ್ಕರ ನಾನಿಲ್ಲಿ ನಿಂತಿದ್ದೇನೆ. എന്റെ പുറകെ അനേക പ്രാവശ്യം നടന്നതാ. ನನ್ನ ಹಿಂದೆ ತುಂಬಾ ಸಲ ನಡೆದ್ರು. ഒരു പ്രാവശ്യമല്ല, ಒಂದು ಸಲ ಅಲ್ಲ, അനേക പ്രാവശ്യം. ತುಂಬಾ ಸಲ ನಡೆದ್ರು. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ಎಷ್ಟು ಮಂದಿ ಅರ್ಥವಾಗ್ತದೆ? എത്ര പേർക്ക് ഇത് അനുഗ്രഹമാവുന്നുണ്ട്? ಎಷ್ಟು ಮಂದಿಗೆ ಇದೊಂದು ಆಶೀರ್ವಾದವಾಗಿದೆ? എത്ര പേർ പറയും എനിക്ക് അനേകർക്ക് അനുഗ്രഹമായി മാറണം? ಎಷ್ಟು ಮಂದಿ ಹೇಳ್ತೀರಾ ನಾನು ತುಂಬಾ ಮಂದಿಗೆ ಆಶೀರ್ವಾದವಾಗಿರ್ಬೇಕು ಅಂತ? നിങ്ങൾ കേൾക്കുന്ന ഈ വാക്യത്തിൽ നിന്നും ലോകത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. ನೀವು ಈ ಕೇಳುವ ವಾಕ್ಯದಲ್ಲಿ ಲೋಕದಕ್ಕೆ ನೀವು ಹೊರಗೆ, From this word you don't go to the world. ಈ ವಾಕ್ಯದಿಂದ ನೀವು ಪ್ರಪಂಚಕ್ಕೆ ಹೋಗಬೇಡಿ. ಈ ಪದದಿಂದ, ಈ ವರ್ಡ್ ಇಂದ ನೀವು ವರ್ಲ್ಡ್ಗೆ ಹೋಗಬೇಡಿ. ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോകരുത്. ಈ ಪ್ರಪಂಚದ ಆಸೆದಲ್ಲಿ ಸಿಲುಕಿ ಬಿಡಬೇಡಿ. ലോകത്തിന്റെ ആഗ്രഹങ്ങളിലേക്ക് പോകരുത്. ಲೋಕದ ಆಶೆಗಳಿಗೆ ನೀವು ಸಿಲುಕಿ ಬಿಡಬೇಡಿ. കാരണം ഈ വേർഡ് പവർഫുൾ ആണ്. ಯಾಕೆಂದ್ರೆ ಈ ಪವಿತ್ರ ಗ್ರಂಥದಲ್ಲಿ ಇರೋ ಒಂದೊಂದು ವಾಕ್ಯ ಪವಿತ್ರ, ಪವರ್ಫುಲ್ ಆಗಿದೆ. ഇത് ലോകത്തിൽ പോയി മിക്സ് ആക്കാനുള്ളതല്ല. ಈ ಲೋಕದಲ್ಲಿ ಧುಮುಕಿ ಅವರೊಡನೆ ಸೇರ್ಪಡಿಸಿ ಮಿಕ್ಸ್ ಆಗುವುದಲ್ಲ. ഇത് പരിശുദ്ധമാണ്. ಇದು ಪವಿತ್ರವಾಗಿದೆ. ഇത് പന്നികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്. ನೀವು ಯಾರೀಗ ಈ ಹಂದಿಗಳಿಗೆ ಇದನ್ನು, ಈ ಮುತ್ತನ್ನು ತೆಗೆದು ಬಿಸಾಡಬೇಡಿ. അങ്ങനെ ഇട്ട് കൊടുത്താൽ ಹಾಗೆ ನೀವು ಮುತ್ತನ್ನು ಎಸೆದರೆ നീയും അതുപോലെ ആയി പോവും. ನೀವು ಅದೇ ರೀತಿಯ ಹಂದಿಯಾಗಿ ಬಿಡ್ತೀಯಾ. ജീസസ്. അവർക്ക് തൃപ്തിയായ ശേഷം, ಅವರಿಗೆ ತೃಪ್ತಿಯಾದ ನಂತರ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ಯೇಸು ಶಿಷ್ಯರೊಡನೆ ಹೀಗೆ ಹೇಳಿದ್ರು, ശേഷിച്ച കഷണം ಈ ಬಾಕಿ ಇರುವ ಪೀಸಸ್ ಅನ್ನು ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുവീൻ എന്ന് പറഞ്ഞു. ಒಂದು ಕೂಡ ನಷ್ಟವಾಗದೆ ಅದನ್ನೆಲ್ಲ ಶೇಖರಿಸಿ അവർ 12 കൊട്ട നിറച്ചെടുത്തു. ಅವರು 12 ಬಾಸ್ಕೆಟ್ ಅನ್ನು ತುಂಬಿಸಿದರು. ഇത് ആക്സിഡന്റലായിട്ട് വന്ന നമ്പർ അല്ല.
ಇದು ಆಕ್ಸಿಡೆಂಟ್ ಆಗಿ ಬೈ ಮಿಸ್ಟೇಕ್ ಆಗಿ ಬಂದ ವಿಷಯ ಅಲ್ಲ. 11 ಕೊಟ್ಟೆಯಲ್ಲ, 11 ಬಾಸ್ಕೆಟ್ ಅಲ್ಲ, 13 ಕೊಟ್ಟೆಯಲ್ಲ, 13 ಬಾಸ್ಕೆಟ್ ಅಲ್ಲ, 12 ಕೊಟ್ಟ, 12 ബാസ്കറ്റ്. ഈ 12ാം മാസത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഈ 12ನೇ ತಿಂಗಳಲ್ಲಿ ನಾವು ನಿಂತಿದ್ದೇವೆ. ഇവിടെ നിന്നുകൊണ്ട് പറയുക, ಇಲ್ಲಿ ನಿಂತುಕೊಂಡು ಹೇಳ್ತಾ ಇದ್ದೇನೆ, അടുത്ത വർഷത്തെ 12 മാസങ്ങളിലേക്ക്, ಬರುವ ವರ್ಷ ಬರುವ 12 ತಿಂಗಳಲ್ಲಿ മാസങ്ങളിലേക്ക്, ತಿಂಗಳಿಗೆ 12 കൊട്ടകളുമായി നിങ്ങൾ പോകുക. ನೀವು 12 ಬಾಸ್ಕೆಟ್ ಆಗಿ ತುಂಬಲ್ಪಡಲಿ. ನೀವು ഓരോ മാസവും ഓരോരോ ബാസ്ക്കറ്റുകൾ, ಒಂದೊಂದು ತಿಂಗಳು ಒಂದೊಂದು ಬಾಸ್ಕೆಟ್ ಆಗಿ ಬರ್ತೀರಾ. ഓവർഫ്ലോ ആകട്ടെ. ಅದು ಹರಿದು ತುಂಬಲ್ಪಡಲಿ. ಐ ನೋ ಐ ಆಮ್ ಎ ಬ್ಲೆಸ್ಸಿಂಗ್. ನನಗೆ ಗೊತ್ತಿದೆ ನಾನೊಂದು ಆಶೀರ್ವಾದವಾಗಿದೆ. ആ അനുഗ്രഹത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ನಾನು ಆ ಆಶೀರ್ವಾದದಿಂದ ನಾನು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸ್ತೇನೆ. നിങ്ങളൊരു അനുഗ്രഹമായി മാറട്ടെ. ನೀವೊಂದು ಆಶೀರ್ವಾದವಾಗಿ ಮಾರ್ಪಡಲಿ. 2026 ಅನೇക അനുഗ്രഹങ്ങളായി മാറട്ടെ. 2026ನೇ ವರ್ಷ ಅನೇಕರಿಗೆ ಆಶೀರ್ವಾದವಾಗಿ ಮಾರ್ಪಡಲಿ. ಥ್ಯಾಂಕ್ ಯು ಜೀಸಸ್. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ಎಲ್ಲರೂ ಎದ್ದು ನಿಲ್ಲಿ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധനെ നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവെ ഞങ്ങൾക്ക് അങ്ങേ മതി, അങ്ങയുടെ സാന്നിധ്യം മതി കർത്താവെ. അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവശക്തിയാൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു അനുഗ്രഹമായിരിക്കട്ടെ, അനേകർക്ക് ഞങ്ങളൊരു ബ്ലെസ്സിങ് ആയി മാറട്ടെ കർത്താവെ. ഞങ്ങളുടെ കപ്പ് ഓവർഫ്ലോ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനം ഓവർഫ്ലോ ചെയ്യട്ടെ, ഞങ്ങളുടെ തലമാറുകൾ ഓവർഫ്ലോ ചെയ്യട്ടെ, ഞങ്ങളുടെ കുടുംബം ഓവർഫ്ലോ ചെയ്യട്ടെ, ഞങ്ങളുടെ ഭവനങ്ങൾ ഓവർഫ്ലോ ചെയ്യട്ടെ, ഞങ്ങളുടെ ഫൈനാൻസ് ഓവർഫ്ലോ ചെയ്യട്ടെ. ഞങ്ങളൊരു ബ്ലെസ്സിങ് തീരട്ടെ. അനേകർക്ക് ഞങ്ങളൊരു ബ്ലെസ്സിംഗ് ആയി, അനേകർക്ക് ഞങ്ങളൊരു ആശീർവാദമായി യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ജനം ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ മാംഗ്ലൂർ പട്ടണത്തിൽ അവർ അനുഗ്രഹമായി തീരട്ടെ. അവർ അനേകരെ നേടുവാൻ, അനേക ആത്മാക്കളെ നേടുവാൻ, അനേക സഭകൾ സ്ഥാപിക്കുവാൻ, അനേക വ്യക്തികളെ, ആത്മാക്കളെ അവരുടെ നാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ അഭിഷേകത്തിന്റെ ശക്തിയാൽ, ആത്മാവിന്റെ ഇരട്ടി ശക്തിയാൽ അവരെ നിറച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ പകർച്ചകൾ നടക്കട്ടെ, വലിയ ഇമ്പാർട്ടേഷൻ നടക്കട്ടെ. ഇപ്പോൾ ഓവർഫ്ലോയുടെ ബ്ലെസ്സിങ്ങിന്റെ ഒരു ഇമ്പാർട്ടേഷൻ ഈ ജനത്തിന്റെ മേൽ അത് സംഭവിക്കട്ടെ. അങ്ങയുടെ കരം അവരുടെ മേൽ വെച്ചതിനായി സ്തോത്രം. അങ്ങ് അവരെ ആശീർവദിച്ചതിനായി സ്തോത്രം. 2026 വലിയ അനുഗ്രഹമായി തീരട്ടെ. അത് കണ്ണുനീരിന്റെ അല്ല, അത് തകർച്ചയുടെ അല്ല, അത് നിരാശയുടേതല്ല, അത് ജയത്തിന്റെ ഘോഷമായി, ജയോത്സവങ്ങളായി, ആത്മാവിൽ നടക്കുന്നതായി, ആത്മാവിന്റെ പ്രകടനങ്ങളായി. യേശുവിന്റെ നാമത്തിൽ വേർഡ് മാനിഫെസ്റ്റ് ചെയ്യട്ടെ, റെവലേഷൻ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ഈ ജനം ഒരു ഫയറായി മാറട്ടെ കർത്താവ്. ഇവർ അനേകരെ കത്തിക്കട്ടെ കർത്താവ്. ആത്മാവിന്റെ ഫയറായി മാറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. ജാതികൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. അവരെ അനുഗ്രഹിക്കുന്നവരെ സ്വർഗം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവരെ ശപിക്കുന്നവരെ സ്വർഗം ശപിക്കുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകൾ അവർ കാണട്ടെ കർത്താവേ. അവർ കേട്ട പ്രവചന ശബ്ദങ്ങൾ, അവർ കേട്ട പ്രവാചക ശബ്ദങ്ങൾ അത് ക്യാരി ചെയ്ത് മുന്നോട്ട് പോകട്ടെ. ദൈവവചനത്തെ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകട്ടെ. ജയാളികളായി നടക്കട്ടെ. ഒരിടത്തും പരാജയമല്ല, ജയാളികളായി ജയോത്സവത്തോടെ നടക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചു വിടുക. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്ത പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ജയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.